ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം, ആഴമേറിയ തിരുവചനങ്ങളാണ് ഓരോ വാക്യത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടില്ലേ, ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യല്ലേ, ഭാരപ്പെടരുത്, സന്തോഷത്തോടെ ഇരുന്നോളണം. ഒന്നിനെക്കുറിച്ച് ഞരങ്ങരുത്. കാരണം എന്താ, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് വിടുവിക്കുവാൻ മതിയായവനാണ്. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. ആരാധനയ്ക്ക് കൊതിയനല്ല, പിന്നെ യോഗ്യൻ. ഓ ആമേൻ, ആമേൻ, ആമേൻ. യോഗ്യതയുള്ളവൻ ഒരാളെ ഉള്ളരാ. ഓ ജീസസ്, ജീസസ്, യേശു ക്രിസ്തു മാത്രം, യേശു ക്രിസ്തു മാത്രം. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ഒരാളെ ഉള്ളതരാ. യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ഒരാളെ ഉള്ളതരാ യേശു ക്രിസ്തു. ആ യേശു ഇന്ന് ഈ ആരാധന ഹാളിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദേവാദി ദൈവമത്രേ. ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ദേവാദി ദൈവം. രാജാക്കന്മാരുടെ കൂട്ടത്തിരുന്ന് 5 വർഷമോ 10 വർഷമോ 20 വർഷം ആകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു രാജാവല്ല, രാജാദി രാജാവത്രേ. ഓ ദൈവത്തിന് സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ആ കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഏത് വ്യക്തിയെയും പൊളിച്ചടുക്കി ക്രിസ്തുവിൻ്റെ പാദപ്പെടുത്തി കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഏത് പാവിയെയും ആമേൻ ബന്ധനങ്ങളെ പൊട്ടിച്ച് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ആ കർത്താവാണ് ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടേണ്ട. നമ്മളെ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട്. പറഞ്ഞേ, എൻ്റെ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ട്, എൻ്റെ കണ്ണുനീരിനെല്ലാം ഉത്തരവുണ്ട്, എൻ്റെ നിലവിളിക്കെല്ലാം ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും എനിക്ക് മറുപടി ഉണ്ട്. പറഞ്ഞേ, പ്രാർത്ഥിക്കുന്ന ആമേൻ ദൈവത്തോട് പറയുന്ന എല്ലാ വിഷയത്തിനകത്തും എനിക്ക് മറുപടി ഉണ്ട്. പറഞ്ഞേ, ഇന്ന് ഞാൻ ഞെരുങ്ങുന്ന വിഷയങ്ങൾ സ്വത്രം പൂർണ്ണമായിട്ട് എൻ്റെ ദൈവം തീർത്തു തരുന്ന പകൽ എന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ, ഇന്ന് ഞാൻ ഞെരുങ്ങുന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് പൂർണ്ണമായി തീർത്തു തരുന്ന പകൽ. പറഞ്ഞേ, പൂർണ്ണമായി തീർത്തു തരുന്ന പകൽ. എൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് എൻ്റെ ഭവനത്തിനകത്തുള്ള സകല അവസ്ഥകൾക്ക് ഒരു മാറ്റം തരുന്ന പകൽ. പറഞ്ഞേ, പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ശത്രുവിന് ഒതുക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. അവനെ തലയെ തകർത്ത് ക്രിസ്തു യേശു എന്നെ പുറത്തെടുത്തതാണ്. അവൻ ഇനി എന്നെ തൊടുവാൻ കഴിയത്തില്ല. പറഞ്ഞേ, അവൻ ഇനി എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ ക്രിസ്തുവിൽ ഒരു പവർഫുള്ളായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ചിരിച്ച് ആനന്ദത്തോടെ. ഹല്ലേലൂയ. ചിലപ്പോൾ കഷ്ടപ്പാടിലൂടെ ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഞെരുക്കത്തിലൂടെ ആയിരിക്കും പോകുന്നത്, ചിലപ്പം പ്രതികൂലത്തിലൂടെ ആയിരിക്കും പോകുന്നത്, ചിലപ്പം പ്രതിസന്ധിയിലൂടെ ആയിരിക്കും പോകുന്നത്. തളർന്നു പോകല്ലേ. ഹല്ലേലൂയ. അവയുടെ നടുവിൽ പറയണം, ആമേ, എല്ലാത്തെയും ജയിച്ച ഒരു കർത്താവ് എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ധൈര്യത്തോടെ പറ, എല്ലാത്തെയും ജയിച്ച, പാപമൊഴികെ സർവത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു യേശു ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന് ഭയപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. സാരപാത്തിൽ ചെന്നപ്പോഴും ഏലിയ ഭയപ്പെട്ടില്ല, ചൂരച്ചെടിയുടെ ചുവട്ടിലും ഭയപ്പെടില്ല. കാരണം എന്താ, കാക്കയോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആമേൻ അവന് വേണ്ടി കരുതാൻ. ഇന്ന് ഇതിനകത്ത് പൈതലെ, നീ വ്യത്യസ്തമായ വിഷയത്തോടെ ഇരിക്കുമ്പോൾ കാക്കയോട് കൽപ്പിച്ച് ആഹാരം കൊടുപ്പിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ, ഓ ആമേൻ, 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 ആ ദൈവം നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്ന് ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഏത് വലിയ കട്ടിയേറിയ വിഷയത്തിലൂടെ കടന്നു പോയാലും ശരി, ആ വിഷയത്തിന് പരിഹാരം തന്ന് ആമേൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ യേശു വന്നിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എല്ലാം ഉടച്ചു മാറ്റി, എല്ലാം മാറ്റി ഇരട്ടി പവറോടെ. പറഞ്ഞേ, ഇരട്ടി പവറോടെ. കാലേബ് സ്വത്രം 80-85 കാലേബ് എന്താ പറഞ്ഞേ? സ്വത്രം 40ന്റെ ആരോഗ്യം. പറ, 40ന്റെ ആരോഗ്യം. 80-ലും പറ 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 പറഞ്ഞേ. ഹല്ലേലൂയ. 20ന്റെ ആരോഗ്യം. പറഞ്ഞേ. 40 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും പറഞ്ഞേ, 18ന്റെ ആരോഗ്യം. പറ, 18ന്റെ ആരോഗ്യം, 18ന്റെ പുഷ്ടി, 18ന്റെ ബലം. പറഞ്ഞേ, പറഞ്ഞേ, പറഞ്ഞേ. ഇല്ല, രോഗത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല, ശാപത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല. യേശു എനിക്ക് വേണ്ടി ശാപമായി, എനിക്ക് വേണ്ടി യേശു രോഗം ഏറ്റെടുത്തു. രോഗമേ, നിനക്ക് എന്നെ കീഴടക്കാൻ കഴിയത്തില്ല. പറ, വാ തുറന്ന് പറഞ്ഞേ. രോഗമേ, എന്നെ നിനക്ക് കീഴടക്കാൻ കഴിയത്തില്ല. രോഗത്തെ യേശു ഏറ്റെടുത്തു. ശാപമേ, നിനക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ശാപത്തെ എൻ്റെ യേശു ഏറ്റെടുത്തു. പറഞ്ഞേ, യേശു ഏറ്റെടുത്ത്. പറഞ്ഞേ, യേശു ഏറ്റെടുത്ത്. പറഞ്ഞേ, ദുഷ്ടനോട് പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുക. സ്വർഗത്തിലെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. അവ പറഞ്ഞേ, അവ എനിക്ക് ഒരിക്കലും ഒരു ദോഷവും
പറഞ്ഞാവാ എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. വരാൻ പറ്റത്തില്ല. പറഞ്ഞ് അവൻ ഒരു ദോഷവും എൻ്റെ മേൽ ഇടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ യേശു തന്ന വാഗ്ദത്ത വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തളർന്നു പോകല്ലേ, ധൈര്യത്തോടെ പറ, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ വ്യക്തി. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ വീണു പോകത്തില്ല. പറ, വെച്ച കാല് വെച്ചത് തന്നെ, ഞാൻ ഇറങ്ങിയത് തന്നെ, എൻ്റെ അപ്പന് വേണ്ടി ഇറങ്ങിയത് തന്നെ. ഇനി ആരല്ല എന്നെ വലിച്ചു പുറകോട്ടിടാൻ നോക്കലില്ല. ഇല്ല. കാരണം എൻ്റെ യേശു എന്നെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അന്ത്യം വരെ നടത്തുവാൻ യേശു മതിയായവനാണെന്ന് ഉറക്കെ പറഞ്ഞ് അന്ത്യം വരെ നടത്തുവാൻ. ആ വഴിയിൽ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ അന്ത്യം വരെ വഴി നടത്തുവാൻ മതിയായ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നമ്മ മാമൻ എന്ന ഒരു പൈതലിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിനെ കണ്ടുമുട്ടിയ നിമിത്തം വീടിനകത്തുനിന്ന് ഒരു 10-16 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞിനെ അടിച്ച് പുറത്താക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എളുപ്പമാണ് പറയാനും സാക്ഷ്യം കേൾക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അനുഭവം വരുമ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലാകുന്നത്. അർദ്ധരാത്രിയുടെ യാമത്തിൽ തനിക്കുള്ളതെല്ലാം വലിച്ചു കീറി പുറത്തിറങ്ങി വേദപുസ്തകം വലിച്ചു കീറി രാത്രി പ്രാർത്ഥിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ അടിച്ച് പുറത്തിറക്കി. ഇങ്ങനെ ഒരു മകളില്ലെന്ന് മാതാപിതാക്കളും ഇങ്ങനെയൊരു സഹോദരി ഇല്ലെന്ന് സഹോദരന്മാരും ഒരുമിച്ച് ആ 16 വയസ്സുള്ള പെൺകുട്ടിയെ വാതിലടച്ച് സ്തോത്രം പുറത്താക്കുമ്പോൾ സ്വർഗം അടച്ചിരുന്നില്ല. ആമേൻ. സ്വർഗം അവൾക്കായി തുറന്നിരുന്നു. സ്വർഗം അവൾക്കായി തുറന്നിരുന്നു. ലോകം നിനക്ക് എല്ലാ വാതിലും നിനക്കെതിരെ അടയ്ക്കുമ്പോഴും നിനക്ക് വേണ്ടി ഒരു വാതിൽ ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നു വച്ചിട്ടുണ്ട്. അത് സ്വർഗീയ വഴികളും സ്വർഗീയ വാതിലുമാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ വാതിൽ അടച്ചോട്ടെ, വീട്ടുകാരുടെ വാതിൽ അടച്ചോട്ടെ, നാട്ടുകാരുടെ വാതിൽ അടച്ചോട്ടെ, സ്നേഹിതർ തങ്ങളുടെ വാതിൽ അടച്ചോട്ടെ, എന്നാൽ എൻ്റെ അപ്പൻ്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആ മകൾ സ്വത്രം അർദ്ധരാത്രിയുടെ യാമത്തിൽ ഒരു പേടിയൊന്നുമില്ല. കാരണം ക്രിസ്തു യേശുവിൻ്റെ ആത്മാവ് ഭയത്തെ പുറത്താക്കും. ആമേൻ. ക്രിസ്തികന്യ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല പ്രാപിച്ചത്, സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ ആത്മാവിനെ അത്രേ പ്രാപിച്ച ആത്മാവ് ഭീരുത്തിൻ്റെ ആത്മാവല്ല, പേടിയുടെ ആത്മാവല്ല, ഭയത്തിൻ്റെ. പറഞ്ഞേ, ഞാൻ പ്രാപിച്ചത് എൻ്റെ ദൈവം എനിക്ക് തന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവ്. മാത്രം പറഞ്ഞേ, എൻ്റെ കർത്താവ് എനിക്ക് തന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല. പറ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, സുബോധത്തിൻ്റെയും. പറഞ്ഞേ, സുബോധത്തിൻ്റെ. ദുഷ്ട എൻ്റെ സുബോധത്തെ കെടുത്താൻ നിനക്ക് കഴിയത്തില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്നത് സ്വത്ര സുബോധത്തിൻ്റെ ആത്മാവത്രേ. ആമേൻ. ബോധമില്ലാത്തൊരു ആത്മാവല്ല പകർന്നത്. പറ സുബോധത്തിൻ്റെ. പറഞ്ഞേ, പറഞ്ഞേ മാത്രം എല്ലാവരും പറഞ്ഞേ, യേശുവിൻ്റെ വരവ് വരെയും യേശുവിൻ്റെ അടുക്കൽ ഞാൻ കയറി പോകും വരെയും ഞാൻ സുബോധത്തോടെ. പറഞ്ഞേ, ഞാൻ പറഞ്ഞേ സുബോധത്തോടെ, ആരോഗ്യത്തോടെ. ആരോഗ്യത്തോടെ, സുബോധത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ. പറഞ്ഞേ ആരോഗ്യത്തോടെ, സുബോധത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഞാൻ എൻ്റെ അപ്പനായിട്ട് ഓടും. ഓടും. ആർക്കും എന്നെ തള്ളിയിടാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്നത് സുബോധത്തിൻ്റെ ആത്മാവത്രേ, സ്നേഹത്തിൻ്റെ ആത്മാവത്രേ, ശക്തിയുടെ ആത്മാവത്രേ. പറഞ്ഞേ, സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും. തിമോഥെയോസിന്റെ ലേഖനം 1:7 പറയുന്നു, സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രേ എൻ്റെ കർത്താവ് നമ്മുടെ മേൽ പകർന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, എൻ്റെ മേൽ ഒരു ആത്മാവ് പകർന്നിട്ടുണ്ട്. ഈ ആത്മാവ് ഭീരുത്വത്തിൻ്റെ അല്ല. ഈ അന്നമ്മ മാമൻ എന്ന പൈതലിൻ്റെ മേൽ പകർന്നിരുന്നത് ഭീരുത്വത്തിൻ്റെ, അർദ്ധരാത്രി പേടിപ്പിക്കുന്ന ഒരു ആത്മാവല്ല, വീട്ടുകാരെ ഇറക്കി വിട്ടപ്പോൾ പേടിക്കുന്ന ഒരു ആത്മാവല്ല, പിന്നെ ചങ്കൂറ്റമുള്ള ധൈര്യത്തോടെ പറ, എന്റെ കർത്താവ് എന്റെ അകത്ത് പകർന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ മകൾ ഇറങ്ങി പാടി. എന്തോന്നാ പാടിയേ? യാത്ര ചെയ്യും ഞാൻ ക്രൂശ്. അപ്പനെ അമ്മ നോക്കിയെന്നല്ല, എൻ്റെ സഹോദരങ്ങൾ അടിച്ചിറക്കിയ സഹോദരങ്ങളെ നോക്കിയെന്നല്ല, എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും നോക്കിയെന്നല്ല. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരയ്ക്കും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരയ്ക്കും. ഹല്ലേലൂയ.
ആ മകൾ പറഞ്ഞു, അന്ത്യശ്വാസം പോകുന്നത് വരെയും അപ്പൻ എന്നെ വെറുത്താലും അമ്മ എന്നെ വെറുത്താലും എൻ്റെ സഹോദരങ്ങൾ നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി മരിച്ച് എന്നെ നേടിയ കർത്താവിൻ്റെ കരത്തിൽ വെച്ച ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം എന്നെ അന്ത്യം വരെ, ധൈര്യത്തോടെ പറ, അന്ത്യം വരെ. എന്നെ വിളിച്ച മനുഷ്യനല്ല, പറഞ്ഞേ, എന്നെ വിളിച്ചത് മനുഷ്യനല്ല, എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത്. പറഞ്ഞേ, എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചത്. ആ ദൈവം മരണപര്യന്തം നമ്മളെ നടത്തുവാൻ മതിയേവനാണ്. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ജനിക്കുന്ന മക്കളെ കണ്ടിട്ടല്ല നമ്മളെ വിളിച്ചത്. നമ്മുടെ വിവാഹം കഴിയുമ്പോൾ ലോക സ്ഥാപനത്തിന് വിളിച്ചത് നമ്മുടെ വിവാഹം കഴിച്ച ഭർത്താവിനെ നോക്കിയിട്ടുമല്ല, ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയ മാതാപിതാക്കളെ നോക്കിയിട്ടുമല്ല. പിന്നെയോ എൻ്റെ കർത്താവ് അവരുണ്ടാകും മുമ്പേ നമ്മളെ കണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും തളർന്നു പോകല്ലേ. താൻ ദൈവം തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ ആരും പേടിക്കണ്ട. ആരെ പേടിക്കണം? യേശുവിനെ മാത്രം ഭയപ്പെടുക. ഹല്ലേലൂയ, യേശു മാത്രം കർത്താവ്. ആ കർത്താവ് വലിയ അത്ഭുതങ്ങളെ വരുന്ന നാളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതുകൊണ്ട് മത്തായി സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന, വായിച്ചേ, മത്തായി സുവിശേഷം 10-ന്റെ-22-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, വായിച്ചേ, അവസാനത്തോളം എന്റെ നാമനിമിത്തം മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാവരും കുഴപ്പക്കാരായി മാറും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് വലുതാണ് എൻ്റെ അപ്പൻ. അപ്പൻ്റെ നാമവും വലുതാണ്, സ്വർഗവും വലുതാണ്. നമ്മൾ അപ്പന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അന്ധകാര ശക്തികളെല്ലാം അലറാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ നാൾ ഒരു വ്യക്തിയുടെ സാക്ഷ്യം പറഞ്ഞു. എന്താ സാക്ഷ്യം? ഹല്ലേലൂയ, കൂട്ടുകാരി സ്നാനപ്പെടാൻ പോവുകയാണ്. ആരാണ് സ്നാനപ്പെടാൻ പോകുന്നത്? കൂട്ടുകാരി സ്നാനപ്പെടാൻ പോവുകയാണ്. സ്നാനപ്പെടാൻ വേണ്ടി കൂട്ടുകാരി സ്നാനക്കുളത്തിലേക്ക് പോകുമ്പോൾ സ്നാനപ്പെടാത്ത കൂട്ടുകാരി കൂടെ പോവുകയാണ് സ്നാനം കാണാൻ. കൂടെ പോകുമ്പോൾ കൂട്ടുകാരിയായ സഹോദരി ചിരിച്ച് സന്തോഷത്തോടെ, ഓ, ഇന്ന് യേശുവിനോട് ചേരാലോ എന്ന് പറഞ്ഞ് സ്നാനക്കുളത്തിനകത്ത് ഇറങ്ങുമ്പോൾ കരയിലൊരു ഇടിയും വിളിയും. ആരുടെ ഇടിയും വിളിയാ? കൂട്ടുകാരുടെ ഇടിയും വിളിയും. സ്വത്രം ജനം വന്ന് തട്ടിച്ചോ. ചിരിക്കേണ്ട സമയമല്ലേ, ഇപ്പോൾ ആനന്ദിക്കേണ്ട സമയമല്ലേ ഒരാൾ ക്രിസ്തുവിലാകുന്നത്, ചേരുന്നത്. സ്വത്രം ഇവിടെ കരച്ചില്ലേ? നീ എന്തിനാ കരയുന്നത്? എനിക്ക് എൻ്റെ കൂട്ടുകാരി പോയി. അതാ, മനസ്സിലായോ? നിന്റെ വീട്ടുകാർ നിന്നെ വിടാതെ കരയുന്ന എന്താ? അവരോടുള്ള കൂട്ടം നീ പോയി. അതാ, മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരെ ഭരിക്കുന്ന പിശാച് നിന്നെ ഒതുക്കി വച്ചിരിക്കുക. അവനാണ് കരയിപ്പിച്ച് നിന്നെ വിടാത്തത്. അതുകൊണ്ട് നീ ഇത് തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാത്തവർ അല്ലല്ലോ. ഹല്ലേലൂയ. നീ കർത്താവിനോട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിന്റെ മാതാവ് പറയും, ഞാൻ തൂങ്ങി ചത്ത് കളയുമെന്ന് പറയും. അപ്പം പറയും, ഇല്ല, ഞാൻ മരിച്ചു കളയെന്ന് പറയും. ഇല്ല പൈതലെ, നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. നിന്റെ വിളി ഉയരത്തിലുള്ളതാകയാൽ, നിന്നെ കർത്താവ് പുറത്തെടുത്തിരിക്കാൻ, നിന്നെ കർത്താവ് തൊട്ടിരിക്കാൻ, ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരൊക്കെ തടയിട്ടാലും ശരി, നിന്നെ ഒതുക്കാൻ കഴിയില്ല. ആമേൻ, ആമേൻ. നീ പേടിക്കരുത്, നീ ഒന്നിനും പേടിക്കരുത്. നീ കർത്താവിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ വീട്ടിനകത്തുള്ള ബാക്കിയുള്ളവർ നീ എഴുതി ഇന്നിട്ടോ ഡയറിക്കകത്ത്. 1, 2, 3, 4, 5, 6, 7, 8 രക്തബന്ധുക്കൾ, 9, 10, 11, 12 എല്ലാം കൂട്ടത്തോടെ ഈ ദൈവം യേശു എന്ന് പറഞ്ഞ് മുട്ടുമടക്കാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഉറപ്പാണ്, അത് ഉറപ്പാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ കൂടെ ഒരു വലിയൊരു സൈന്യത്തെ എൻ്റെ കർത്താവ് പുറത്തെടുക്കുകയും ചെയ്യും. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. രക്ഷ വലുതാണ്, സ്നാനം വലുതാണ്, അഭിഷേകം വലുതാണ്, സ്വർഗം വലുതാണ്, യേശു വലുതാണ്. ഈ വലുതിനെ പ്രാപിക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ ചിലതെല്ലാം കിടന്ന് എന്ത് ചെയ്യും? പിടയ്ക്കും. ചിലതെല്ലാം തടസ്സപ്പെടുത്തും. കർത്താവ്, മക്കളെ അടുത്ത വരി വായിച്ചേ. അവസാനത്തോളം. കണ്ടോ? അവസാനത്തോളം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല. ഞാൻ പറയാം, ദൈവത്തെ ആരാധിക്കാൻ ഒരാൾ ഇറങ്ങിയ നിമിത്തം ആരും നശിച്ചെന്ന് ഒരിടത്തും കേട്ടിട്ടില്ല, നശിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? പാപം ചെയ്ത് നശിച്ചെന്നുകൊണ്ട്. പക്ഷെ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ ആള്, ഫ്രണ്ടറ്റത്തൊരു കസേരയുണ്ട്, കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയ ആള് അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനെ ആരാധിക്കാൻ ആരിറങ്ങിയിട്ടുണ്ട് അവരെ കൂട്ടത്തോടെ ജനം രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ.
ഒരാൾ കർത്താവിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആ കുടുംബം മൊത്തം പിടിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. നീ അവരുടെ പക്ഷം, ഇരമ്യാവിൽ പറയുന്നു, നീ അവരുടെ പക്ഷം തിരിയത്തില്ല, അവർ നിന്റെ പക്ഷം, യേശുവിൻ്റെ പക്ഷം തിരിയും. ആമേൻ. ഉറപ്പാ. ഇത് നീ എഴുതി വെച്ചോ. ദൈവത്തിന് സ്തോത്രം. നീ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിന്നാൽ നീ നിൽക്കുന്ന കണ്ട ആടി നിൽക്കുന്ന എല്ലാം ഈ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് മുട്ടും മടക്കും, സ്നാനപ്പെടും, അഭിഷേകം പ്രാപിക്കും, സാക്ഷ്യമായി മാറും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ നീ ആരാധിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം പ്രസാദിക്കുന്ന ആരാധന അവരിലൂടെ വരുന്ന നാൾ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പലതും കണ്ട് പേടിക്കരുത്. ഒന്നുകൂടെ വായിച്ചേ 10:22, മത്തായി 10:22. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. കേട്ടോ, അവസാനത്തോളം സഹിച്ചു നിൽക്കണം. ഒരുപാട് പേർ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഒരുപാട് പേർ കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിന് വേണ്ടി ഇറങ്ങി. ഒരുപാട് പേർ കർത്താവിൻ്റെ കൂടെ നടന്നു, കർത്താവിൻ്റെ കൂടെ കയറിപ്പോയി. ഒരുപാട് പേർ കൂടെ നടന്നു, അവസാനമായപ്പോൾ പട്ടുപോയി. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ഹന്ന എന്ന ഒരു സഹോദരി കുറിച്ച് കൊടുത്തിരിക്കുന്നു, ഏൽക്കാന എന്ന ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു, പെനീന എന്ന ഒരു സഹോദരിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. ഇവരെല്ലാം കുറിച്ച് 1-ാമത്തെ അധ്യായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് ഹന്നയുടെ ജീവിതത്തിനകത്ത് വന്ന കണ്ണുനീർ, സ്തോത്രം, വളരെ ആഴമുള്ള കണ്ണുനീരായിരുന്നു. എന്തോന്നായിരുന്നു ഹന്നയുടെ കണ്ണുനീര്? ദൈവത്തിന് സ്തോത്രം. അവളും സ്തോത്രം എങ്ങനെയെങ്കിലും സമാധാനം കണ്ടെത്താൻ നോക്കിയാലും പെനീന വിടത്തില്ല. എന്താണ് കാര്യം? തലമുറ ഇല്ലാത്തത് കൊണ്ട് പെനീൻ എന്ത് ചെയ്യും? എപ്പോഴും കുത്തി വേദനിക്കും, എപ്പോൾ കണ്ടാലും ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ കണ്ടാലും ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലേ, പിന്നെ പള്ളി വരാൻ തോന്നത്തില്ല. പള്ളിയിൽ ഇത്തിരി കർത്താവിനെ കണ്ടുമുട്ടാനാണ് ഓടി വരുന്നത് വേദനയോടെ. പുറത്ത് വരുമ്പോൾ ഇപ്പോഴും മറ്റും ശരിയായില്ലല്ലേ, അതോടെ അവർ പിന്നെ പള്ളിയിൽ വരാൻ തോന്നത്തില്ല. ഇതുപോലെ ഒരാളായിരുന്നു ആര്? പെനീന. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, കുഞ്ഞില്ലല്ലേ, കിട്ടിയില്ലല്ലേ, ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലേ. നിന്ദിക്കപ്പെട്ടു. പാട്ടുകാരൻ പാടി, നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. നിന്ദിക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, എന്നാലും ഞാൻ പതറുകില്ല. ഹല്ലേലൂയ. ഈ സഹോദരി നിന്ദിച്ചു, പരിഹസിച്ചു. ഇവൾക്ക് ആദിയായി മാറി. സ്വത്രം. അനേകർ നമ്മളെ നിന്ദിക്കുമ്പോൾ ഞാൻ പറയാം, തൊട്ടപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്. നിന്നെ നിന്ദിക്കുമ്പോൾ നീ കുറിച്ച് വെച്ചോ. സ്വത്രം. ചിലരൊക്കെ വസ്തു വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു 5 സെൻറ്റ് വസ്തു വിൽക്കാനുണ്ടെന്നിരിക്കട്ടെ, അവർ അത്യാവശ്യമായിരിക്കും വിൽക്കാൻ പോകുന്നത്. വിൽക്കാൻ പോകുമ്പോൾ വേറൊരുത്തം വന്ന് പറയും, ഇത് വാങ്ങല്ലോ, കുഴപ്പം പിടിച്ച വസ്തുവാന്ന്. അത് വിൽക്കാൻ പറ്റാതെ തട്ടിയിട്ടിരിക്കും അല്ലേ. ചില വർഷം കഴിയുമ്പോൾ ഈ വസ്തു നിനക്കൊരു അനുഗ്രഹമാകുന്നത് പോലെ. ചില വിവാഹം കണ്ടിട്ടുണ്ടോ? എല്ലാം നടക്കാറാകുമ്പോൾ അതിനെ തട്ടി പതുക്കെ അങ്ങ് മാറ്റും. സ്വത്രം. തട്ടി മാറ്റിയാലും അടുത്ത് ലഭിക്കുന്ന വിവാഹം ഉണ്ടല്ലോ, അനുഗ്രഹത്തിൻ്റെതായിരിക്കും. മനുഷ്യൻ നിന്നെ തട്ടി മാറ്റുമ്പോൾ അപ്പുറത്തൊരു നന്മ, നിന്നിച്ച് നിന്നെ ഒതുക്കുമ്പോൾ, നാണം കെടുത്ത് നിന്നെ പരിഹസിച്ച് അപമാനിക്കുമ്പോൾ അപ്പുറത്തൊരു സന്തോഷം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. സ്വത്രം. പെനീന കരുതി ഇവളെ ഇനി മൊത്തത്തിൽ തകർത്ത് കളയാം. എന്നാൽ പെനീന നിന്ന ഹന്നയ്ക്ക് ഒരു അനുഗ്രഹമായി മാറി. അവൾ ആലയത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു. സ്വത്രം. നിന്നെ നിന്ന നാളത്തെ ദിവസം നിനക്കൊരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. നിന്റെ ഇന്നത്തെ ഒറ്റപ്പെടൽ നാളത്തെ ദിവസം നീ വിടുതലോടെ പുറത്തു വരാൻ പോകുകയാ. ഇന്ന് വീട്ടുകാർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു നന്മ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കല്ലേ. വീട്ടുകാർ തള്ളിക്കളഞ്ഞോട്ടെ, നാട്ടുകാർ തള്ളിക്കളഞ്ഞോട്ടെ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പെനീന നിന്ദിച്ചപ്പോൾ ഹന്നെ കാണുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ഇവൾ നേരെ ദേവാലയത്തിനകത്ത് അങ്ങോട്ട് കയറിപ്പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥന നടത്തുന്ന ആരായിരുന്നു? ഏലിയായിരുന്നു. സ്തോത്രം. എന്നാൽ കണ്ണു മങ്ങിയ ഏലിക്ക് ഇവളുടെ പ്രാർത്ഥനയുടെ ആഴം, ഇവളുടെ വേദനയുടെ ആഴം കാണാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ആഴമറിഞ്ഞ ഒരു ദൈവം ഇവളുടെ ഉള്ളം ഒപ്പിയെടുക്കുകയായിരുന്നു. ഇതിനകത്തിരിക്കുന്ന പൈതൽ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് നിന്റെ അകത്തുള്ള ഉള്ളത്തിന്റെ വേദനയുടെ ആഴം അറിയത്തില്ല. പക്ഷെ അരുമനാഥൻ ആ വേദനയുടെ ആഴത്തെ ഒപ്പിയെടുത്ത്, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥൻ
അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ഹല്ലേലൂയ. തുരുത്തി നിറയുമ്പോൾ അത് അളന്നെടുക്കും. അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുവുണ്ട്. നിന്റെ അകത്തുള്ള വേദന നിന്റെ അടുത്തിരിക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിലും ഈ ആലയത്തിനകത്ത് ഹൃദയം പകർന്നുകൊണ്ടിരിക്കുന്ന പൈതലിൻ്റെ ഉള്ളത്തെ ഇറങ്ങി മനസ്സിലാക്കുന്ന ഒരു അപ്പൻ നിന്റെ അടുത്ത് നിൽക്കുക. ഓ, നിന്റെ അകത്തുള്ള വേദന, നൊമ്പരം, ആഴമേറിയ ഭാരത്തെ നീ വേദനയോടെ വന്ന് പള്ളിക്കത്തിരിക്കുക. പക്ഷേ നിന്റെ അടുത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല, നിന്റെ പുറം മാത്രം അറിയാം. എന്നാൽ ആകാം അറിയുന്ന ദൈവം നിന്റെ വേദന ഇവിടെ ആഴത്തെ ഒപ്പിയെടുത്തിട്ട് പറയും, മക്കളെ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടണ്ട. ഹന്നയുടെ വേദന പെനീനയ്ക്ക് മനസ്സിലായില്ല, അവൾക്ക് നിന്ദിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഏലി പുരോഹിതന് മനസ്സിലായില്ല, അയാൾക്കും ഇവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു കളിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ പ്രാർത്ഥിച്ചു, അവളുടെ ഹൃദയത്തെ എൻ്റെ ദൈവത്തോട് പകർന്നു. സ്തോത്രം. അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഓ, അവക്ക് കൊടുത്ത സാധാരണ കാര്യമല്ല, ഒരു അസാധാരണ കാര്യം. വിശുദ്ധിയോടെ നിന്ന് ദാൻ മുതൽ ബേർശേബ വരെ പെനീനെ നിന്റെ നിന്ന അവൾക്കൊരു അനുഗ്രഹമായി. പെനീനെ അവൾക്കൊരു തലമുറ കിട്ടിയപ്പോൾ ആ തലമുറ ഒരു വിശുദ്ധ മകനായിരുന്നു. പെനീനെ ദൈവശബ്ദം കേൾക്കുന്ന ഒരു മകനെ കിട്ടാൻ നിന്റെ നിന്ന അവൾക്കൊരു നന്മയായി. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൾ ആലയത്തിനകത്ത് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് എല്ലാ ഹൃദയത്തെയും ദൈവത്തിനും കൊടുത്ത ശേഷം കരഞ്ഞുകൊണ്ട് നടന്നതാണോ? പിന്നെ മുഖം മാടിയില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. പിന്നെ അവളുടെ മുഖം മാടിയില്ല, പിന്നെ കരഞ്ഞുകൊണ്ട് നടന്നില്ല. പിന്നെ എന്തെന്ത് ചെയ്തു? സന്തോഷത്തോടെ പോയി. പിറ്റേ വർഷമായപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന, വേർപാടോടെ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന, ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ലാത്ത, പെട്ടകത്തിൻ്റെ ചുവട്ടിൽ കുഞ്ഞിലെ കിടക്കുന്ന, ഓ അമേ അമേ, സ്വർഗത്തിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന, സ്വർഗം പറയുന്നത് അനുസരിക്കുന്ന, അനേകരെ അഭിഷേകം ചെയ്യുന്ന, അനേകരെ പ്രവചിക്കുന്ന, ആമേൻ ആമേൻ ആമേ, ഒരു അഭിഷേകമുള്ള ഒരു തലമുറയെ ഹന്നയുടെ കരത്തിനകത്ത് ദൈവം കൊടുത്തു. അവളുടെ നിന്ന ആനന്ദമായി മാറി. അവളുടെ ഒറ്റപ്പെടുത്തൽ ഈ സഹോദരിക്ക് വിടുതലായി മാറി. സഹോദരിക്ക് മാത്രമല്ല വിടുതൽ, ആ രാജ്യത്തിന്, ആ പട്ടണത്തിന്, ആ ദേശത്തിന്, ആ രാജ്യത്തിന്, ദാൻ മുതൽ ബേർശേബ വരെ. പെനീനെ നിന്റെ നിന്ന ഒരു കുടുംബത്തിന് മാത്രമല്ല അനുഗ്രഹം. ദാൻ മുതൽ ബേർശേബ വരെ എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്ന ഒരു വിശ്വസ്ത പ്രവാചകനെ പുറത്തു കൊണ്ടുവരുവാൻ ദേശം നിന്നെ നിന്ദിക്കുന്നില്ലേ? വീട്ടുകാർ നാട്ടുകാരൊക്കെ കളിയാക്കുന്നില്ലേ? നിന്നിലൂടെ ഒരു വിശുദ്ധ തലമുറ ഏറ്റെടുത്തോ. ആർക്കൊക്കെ ആലോചനയാ? നിന്നിലൂടെ ഒരു വിശുദ്ധ തലമുറ. നിന്നെ നിന്ദിക്കുമ്പോൾ എഴുതിയിട്ടോ, പരിഹസിക്കുമ്പോൾ എഴുതിയിട്ടോ, കളിയാക്കുമ്പോൾ എഴുതിയിട്ടോ, നിന്നിലൂടെ ഒരു തലമുറ സ്വർഗത്തിലെത്തിക്കാൻ ദൈവം നിന്നെ കാണുകയാണ്. ഓ, തീ 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 തീ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കർത്താവ് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പെട്ടകത്തിൻ്റെ ചുവട്ടിൽ ആര് കിടക്കുകയാണ്? സ്തോത്രം. ശമൂവേൽ എന്ന കുഞ്ഞ് കിടക്കുകയാണ്. അവൻ അന്ന് വരെ അപ്പൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. പെനീനെ, നിന്റെ കുഞ്ഞ് കണ്ടോ? നിന്റെ നിന്നയിലൂടെ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ട് നിനക്ക് തന്ന തലമുറ പാവത്തിലല്ല കിടക്കുന്നത്, ഇരുട്ടിലല്ല കിടക്കുന്നത്, ലോഹമോഹത്തിലല്ല കിടക്കുന്നത്. അവൻ കിടക്കുന്നത് പെട്ടകത്തിന്റെ ചുവട്ടിൽ. ഓ ഓ ജീസസ് 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 ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവൻ്റെ കിടപ്പ് പാദത്തിൽ, അവൻ്റെ സംസാരം ദൈവത്തോട്. ആമേൻ. ദൈവ സാന്നിധ്യത്തിനകത്ത് അവൻ കിടന്നു. എന്നാൽ അന്ന് എൻ്റെ ദൈവം അവിടെ ഇറങ്ങി. സ്തോത്രം. ശമൂവേലിനെ പേര് ചൊല്ലി വിളിച്ചു. അവന് പേര് ചൊല്ലി വിളിച്ചിട്ടും അവനൊന്നും പിടികിട്ടിയില്ല. എന്നാൽ തൊട്ടടുത്ത് വായിക്കുമ്പോൾ ശമൂവേൽ ഉടനെ ഏലി പുരോഹിതൻ ഓടിച്ചെല്ലുകയാണ്. പുരോഹിതൻ അവസാനം മനസ്സിലായി. കണ്ണ് മങ്ങിയ പുരോഹിതന് കാഴ്ച നഷ്ടപ്പെട്ടു. അവസാനം മനസ്സിലായി. സ്തോത്രം. ഇത് ശമൂവേലിനെ വിളിക്കുന്നത് എന്നെ അന്ന് വിളിച്ച. ഒരുപക്ഷെ ഏലിക്കത് അറിയാമായിരിക്കാം. എന്നെ അന്ന് വിളിച്ച, ഇന്ന് എന്നെ വിളിച്ചിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്നാൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആലയത്തിനകത്ത് കാഴ്ചയുള്ളൊരു പിള്ളയെ വിളിക്കാം. ദൈവം ഇറങ്ങിയത് ഓർത്ത് ആമേൻ ആമേൻ. സ്തോത്രം. ഏലി പുരോഹിതൻ പറഞ്ഞു, ഇനി എന്നെ വിളിച്ചാൽ അടിയനിതാ അരുളി ചെയ്യണമേ എന്ന്
നീ പറയണം. അതുപോലെ ശമൂവേൽ പറഞ്ഞു. എൻ്റെ കർത്താവ് അന്നു മുതൽ സംസാരിക്കാൻ തുടങ്ങി, ശമൂവേലിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ശമൂവേൽ പ്രവചിക്കും, കറക്റ്റ് പ്രവചനം. ഹല്ലേലൂയ. പ്രവചനം അങ്ങനെ കറക്റ്റ്, ദിവസം പറഞ്ഞ കറക്റ്റ്, കാര്യം പറഞ്ഞ കറക്റ്റ്. നിന്റെ മുൻപാകെ അപ്പവുമായി വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞടുത്ത് തന്നെ അത് സംഭവിക്കും. പറഞ്ഞ സമയത്ത് സംഭവിക്കും. അടുത്ത വർഷത്തെ കാര്യമാണെങ്കിൽ അടുത്ത വർഷം സംഭവിക്കും. അടുത്ത മണിക്കൂറിൽ സംഭവിക്കാൻ അടുത്ത മണിക്കൂർ സംഭവിക്കും. തൊട്ടപ്പുറത്ത് സംഭവിക്കാനുള്ളതാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് ആരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവശക്തി ഇറങ്ങുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, ഏറ്റെടുക്കുന്നവർക്ക് ഇത് പ്രാപിക്കാൻ പറ്റും. ആമേൻ. വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന പൈതൽ വിടുവിക്കപ്പെട്ടോണ്ട് പോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതലെ, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നോക്കിയേ, 1 ശമൂവേലിന്റെ പുസ്തകം 12-1. അനേകർ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, പക്ഷേ സ്തോത്രം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഇതാ ഹന്നയ്ക്ക് പെനീനയുടെ നിന്ന നിമിത്തം മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റപ്പെടുത്തിയവൾ, നിന്ദിക്കപ്പെട്ടവൾ, അവൾക്കൊരു തലമുറ ലഭിച്ചു. അവൻ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. അവസാനത്തോളം ദൈവത്തോട് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ട ഒരുത്തനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. ഹല്ലേലൂയ. 12-ാം അധ്യായം വായിക്കുമ്പോൾ വായിച്ചേ 1 മുതലുള്ള വാക്യം. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. അടുത്ത്, നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. ഇപ്പോൾ ആരുടെ കൂടെയാണ് വൃദ്ധനായപ്പോഴും നരച്ചവനായപ്പോഴും? ആരുടെ കൂടെ? നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മൾ ആരുടെ കൂടെ? ഏത് പ്രായത്തിലും അപ്പൻ്റെ കൂടെ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പൻ്റെ കൂടെ? പറഞ്ഞേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അപ്പന് വേണ്ടി ഇറങ്ങിയത് തന്നെ. ആ പെട്ടകത്തിൻ്റെ ചുമട്ടിൽ കിടക്കാൻ വിളിക്കപ്പെട്ടത് തന്നെ. വൃദ്ധനായപ്പോഴും അവൻ വിട്ട് മാറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വരി വായിച്ചേ. എന്റെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. അടുത്ത്, ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. അപകരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപകരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? കണ്ടോ? ഇയാൾ അന്ന് മുതൽ ജീവിച്ചെങ്കിലുമേ പാപം ചെയ്യാതെ ജീവിച്ചൊരു വിശുദ്ധനാ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ശുശ്രൂഷിക്കുമ്പോൾ പാപം ചെയ്യാതെ ശുശ്രൂഷിച്ചു, ജീവിച്ചു. ഏതിനും തനിക്ക് പറയാനുണ്ടായിരുന്നു വിശ്വസ്തയോടെ നിന്നെന്ന്. കണ്ടോ? ഹല്ലേലൂയ. ലജ്ഞിപ്പാൻ സംഗതി ഇല്ലായിരുന്നു. കണ്ടോ? ഒന്നുകൂടെ വായിച്ച വരികൾ. ഞാൻ ഒരുത്തന്റെ കാളയെ അപകരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കാളയെ അപകരിച്ചിട്ടുണ്ടോ? ഇന്ന് കർത്താവിൻ്റെ പേര് പറഞ്ഞ് പലയിടത്തും പോവും. അതിങ്ങി തരുമോ? ഇതിങ്ങി തരുമോ? അവരുടെ അപ്പുറത്തെ അതിങ്ങി എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നവരാണ് അനേകര്. എല്ലാവരും അല്ല, അനേകരുള്ളത്. എന്നാൽ ശമൂവേലിന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എടാ, എന്നെ വിളിച്ചിറക്കിയെങ്കിൽ നിന്റെ ആടോ മാടോ പക്ഷിയോ പറവയോ വസ്തുവോ വീടോ കണ്ടിട്ടല്ല, എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ. ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അന്ത്യം വരെ നടത്തുവാനുള്ളത് കരുതി വെച്ചിട്ടാണ് വിളിച്ചിറക്കിയത്. ആമേൻ. ശമൂവേലിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. എപ്പോ പറയാൻ? തുടക്കത്തിലല്ല, പിന്നെ ഒടുക്കമായപ്പോൾ. എങ്ങനെ? തുടക്കത്തിലല്ല, നടുവിലല്ല. കണ്ടോ? ശമൂവേലിൻ്റെ ആരംഭം കൊള്ളായിരുന്നു, വാർദ്ധക്യവും കൊള്ളാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അനേകരുടെ ആരംഭം കൊള്ളാം, അവസാനം പാപത്തിൽ സമാപിക്കും. എന്നാൽ ശമൂവേലിൻ്റെ ആരംഭം കൊള്ളാം, അമ്മയുടെ പ്രാർത്ഥനയും കൊള്ളാം, കുഞ്ഞിൻ്റെ ആരംഭവും കൊള്ളാം, കുഞ്ഞിൻ്റെ ജീവിതം കൊള്ളാം. വൃദ്ധനായപ്പോൾ തനിക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, എനിക്ക് നിങ്ങൾക്കും പറയാൻ ഒരു സാക്ഷ്യം വേണം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം വേണം. ദൈവത്തിന് മകത്ത് ഒരു സാക്ഷ്യം വേണം. പറയാൻ, മറ്റുള്ളവരോട് പറയാൻ, നിന്റെ തലമുറയോട് പറയാൻ, നിന്റെ അകത്ത് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പറയാൻ ഒരു സാക്ഷ്യം വേണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, മക്കളെ, 2001 വർഷം, ഈ 2001 എൻ്റെ കർത്താവ് ഈ ശുശ്രൂഷ തന്നതാണ്. അതിന് മുമ്പ് ശുശ്രൂഷ ഉണ്ടെങ്കിലും 2001 തന്നതാണ്. 2023 അമ്മയുടെ മനസ്സിനകത്ത് ഒരുത്തൻ്റെയും പണത്തിൻ്റെ ചിന്ത ഇന്ന് വരെ വന്നിട്ടില്ല. നിന്റെ അകത്തും അത് വരരുത്.
ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മറ്റൊരാളിൻ്റെ ഒന്നും എനിക്ക് അങ്ങോട്ട് മോഹം വന്നിട്ടില്ല. അത് എൻ്റെ കഴിവല്ല, എൻ്റെ യേശുവിൻ്റെ കൃപയാണ്. അത് നിന്റെ മേലും വരരുത്. ഓ ജീസസ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു മറ്റൊരാളിനെ കരയിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് യേശുവിൻ്റെ കൃപയാണ്. നിനക്കും അത് തന്നെ വേണം. ഹല്ലേലൂയ. ഞാൻ പറയും ഹല്ലേലൂയ, മറ്റൊരാളുടെ വിഷയത്തിൽ ഞാൻ കയറി ചെന്ന് സംസാരിക്കാറില്ല. നീയും ക്രിസ്തുവിൽ നിറഞ്ഞ് അതുപോലെ ആകണം. ഹല്ലേലൂയ. ഞാൻ ഓരോ കാര്യം എൻ്റെ അനുഭവം പറയാറുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. ഒരുപാട് സ്വപ്നങ്ങളിലും ഒരുപാട് ആരാധനയ്ക്കും ഒരുപാട് കൺവെൻഷനും ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഏരിയകളിലും പോയിട്ടുണ്ട്. അവിടെ എന്തെല്ലാം കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്ത് ധനവും കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ കൃപയാൽ ഒന്നിനോടും ഒരാർത്തി തോന്നാൻ എന്നെ ദൈവം വിട്ടിട്ടില്ല. കാരണം കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വത്ര, ഹല്ലേലൂയ. സഭയ്ക്കെന്ന് പറഞ്ഞ് പൈസ കയ്യിൽ വന്നാൽ 1 രൂപ പോലും അതിന് ചിന്ത പോലും വന്നു പോരുത്. ഹല്ലേലൂയ. ശാലിനി സിസ്റ്റർ പറയാം, ക്രിസ്താവിൻ്റെ കൃപയാ ഒരു ചിന്ത പോലും ഒരാൾ പള്ളിക്കെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 നയാ പൈസ നീക്കാൻ എൻ്റെ ദൈവം എന്നെ ഇന്നും അനുവദിച്ചിട്ടില്ല. അന്ന് ശാലിനി സിസ്റ്റർ വിളിച്ചപ്പോൾ എങ്ങനെ വിളിച്ചോ, ഇന്നും ഇന്നും ഈ നിമിഷം പറയും അതപ്പൻ്റെ കരുണയാണ്, അപ്പൻ്റെ കൃപയാണ്. ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടായിട്ടുണ്ട്, വിശപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരു വസ്ത്രത്തിന് മറുവസ്ത്രം ഇല്ലായിരുന്നു. ആ സമയത്ത് ഇതിൽ നിന്ന് എടുത്തോണ്ട് ഇല്ല, അന്നും നടത്തി വന്നു കേട്ടാ. എൻ്റെ ദൈവം ഞങ്ങളെ നടത്തി. ആമേ, ഹല്ലേലൂയ. ക്ഷേമത്തോടെ നടത്തി. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വിശ്വസ്തത പറയാൻ ഏത് പ്രായത്തിലും ആമേ നമുക്ക് പറയാൻ ഒരു സാക്ഷ്യം വേണം. ആൾക്കാരെ പറഞ്ഞ് കേൾപ്പിക്കാനല്ല. സ്തോത്രം. നമുക്കൊരു സാക്ഷ്യം വേണം. യേശുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് മറ്റൊരു മോഹത്തോടെ, മറ്റൊരു ഇഷ്ടത്തോടെ മറ്റുള്ള മുമ്പിലും പേര് സമ്പാദിപ്പാൻ, പ്രശസ്തി സമ്പാദിപ്പാൻ. ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ ഒരു കഴിവുണ്ട്, എനിക്കെന്തോ സ്തോത്ര വരമുണ്ട്, എനിക്കെന്തോ ഭയങ്കര എന്തോ ഉണ്ടെന്ന് അഭിനയിക്കുന്നതിനേക്കാളും നല്ലത് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ആത്മാവിൽ ക്ഷമയോടെ താഴ്മയോടെ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സൗമ്യതയാണ് എന്നെ ഈ നിലവാരത്തിൽ എത്തിച്ചതെന്ന് ഓർത്ത്. കർത്താവിൻ്റെ സൗമ്യതയാണ് നമ്മളെ വലുതാക്കിയത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സൗമ്യതയാണ് എന്നെ നിങ്ങളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ കഴിവും മിടുക്കുമല്ല. സ്തോത്രം. ഈ മനുഷ്യൻ ശുശ്രൂഷിക്കുമ്പോഴും ഇയാൾക്ക് അവസാനം ആ വൃത്തനായി നിന്നപ്പോൾ പറയാൻ ഒരു സാമർഥ്യമുണ്ടായിരുന്നു. ആരുടെയും ആടിനെ, ആരുടെയും ഒന്നിനെയും അയാൾ മോഹിച്ചിട്ടില്ല. വായിച്ചേ. ഒരുത്തന്റെ കഴുതയെ അപകരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവരെയും ചതിച്ചിട്ടുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? എന്ത് എളുപ്പമാ കർത്താവിനെ പ്രസംഗിക്കാനും പാടാനും ഒക്കെ. എന്ത് എളുപ്പമാ. ചതിച്ചിട്ടുണ്ടോ? അടുത്ത വരി. വല്ലവനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? നോക്കിയേ, വല്ലവരെ പീഡിപ്പിച്ചിട്ടുണ്ടോ? അടുത്ത്, ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി. നോക്കിയോ, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമുണ്ട് കണ്ടോ. കർത്താവ് വിളിച്ച് വേർതിരിച്ച ഒരു ഭക്തനെ ഒരു സാക്ഷ്യം കാണും. ഹല്ലേലൂയ. ആ ഭക്തൻ ആത്മാവിനെ അനുസരിക്കും. എങ്ങനെ അനുസരിക്കും? ആത്മാവിനെ അനുസരിക്കും. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്തവർ വായിച്ചേ. കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ട്. കണ്ടോ, കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? അടുത്ത്, യഹോവയുടെയും അവന്റെ അഭിഷക്തന്റെയും മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ. നോക്കിയേ, യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെ മുൻപാകെ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് പറയുകയാണ്. ആര്? ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും കേൾപ്പീൻ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പറയുവിൻ. കണ്ടോ സാമർത്ഥ്യം കണ്ടോ? എന്തുകൊണ്ടാ? കർത്താവിൽ ജീവിച്ചൊരു മനുഷ്യൻ. അയാളുടെ ആരംഭവും കൊള്ളായിരുന്നു, അയാളുടെ ജീവിതവും കൊള്ളായിരുന്നു. അയാളുടെ വൃത്തനായപ്പോഴും വേറെ ഒന്നും വിട്ടുമാറിയില്ല. ക്രിസ്തുവിൽ നിന്ന് അവൻ ഇയാൾക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. അടുത്തവർ വായിച്ചേ. ജനം പറയുന്ന മറുപടി.
എന്റെ നേരെ സാക്ഷീകരിപ്പിൻ, ഞാനത് മടക്കി തരാം. ഞാനത് മടക്കി തരാം. വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ അപകരിച്ചിട്ടുണ്ടെങ്കിൽ പറ, ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ച് പറ, ഞാൻ തിരിച്ചു തരാം. ആർക്കും ഇല്ല പറയാൻ. അടുത്ത വരി. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ? നീ ഞങ്ങളെ കണ്ടോ, ജനം പറഞ്ഞ കണ്ടോ, ശുശ്രൂഷകനെ നോക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പള്ളി ഇരിക്കുന്ന എന്നെ ഉൾപ്പെടെ നമ്മളെ നോക്കി എത്ര പേര് പറയും പറ്റിക്കാത്ത ആളാണെന്ന്, കള്ളം പറയാത്ത ആളാണ്, തട്ടിക്കാത്ത ആളാണെന്ന് എത്ര പേര് നോക്കി പറയും സഹോദരങ്ങളെ? സാക്ഷ്യം ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്വന്തം. അടുത്ത വാക്യം വായിച്ചേ. പീഡിപ്പിക്കുകയോ? നോക്കിയേ, പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല ആര് സാക്ഷി പറഞ്ഞു? ശമൂവേൽ പ്രവാചകൻ മാത്രമല്ല, കേട്ട ജനവും അതുപോലെ പറഞ്ഞു. ഇല്ല. കണ്ടോ, സാക്ഷ്യം കണ്ടോ? അടുത്ത വരി. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി. അടുത്ത് പറയുന്നു, നിങ്ങൾ മാത്രമല്ല സാക്ഷി, പിന്നെ ആരും കൂടെ സാക്ഷി. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വരി. അവന്റെ അഭിഷക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അവന്റെ അഭിഷക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അടുത്ത വരി. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, മോശയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പിൻ, യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വിവരിക്കും. മതി, ഒത്തുനിൽപ്പീൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ ആരംഭവും കൊള്ളായിരുന്നു, ശുശ്രൂഷയും വിശുദ്ധി ഇവിടായിരുന്നു, ജീവിതവും വിശുദ്ധി ഇവിടായിരുന്നു. ചെയ്തതെല്ലാം അപ്പന്റെ വാക്ക് കേട്ട് അതുപോലെ ചെയ്തു, ദൈവാത്മാവിനെ അനുസരിച്ചു. ഓ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവാത്മാവ് എന്ത് പറയുമോ അതുപോലെ അനുസരിച്ചു. 25-ാം അധ്യായം വായിക്കുമ്പോൾ, 1 ശമൂവേൽ 25-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ശമൂവേൽ മരിച്ചു. മതി, ഹല്ലേലൂയ. അപ്പോൾ ഈ വൃദ്ധനാകുന്നത് വരെയും മരണം വരെയും ജനിച്ച അന്നു മുതൽ, പെട്ടകത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ശബ്ദം കേട്ട അന്നു മുതൽ ഈ മനുഷ്യനിൽ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അവസാനത്തോളം പിടിച്ചു നിന്ന് ആത്മാവിൻ്റെ കൃപയിൽ ജ്വലിച്ച് ശമൂവേൽ പ്രവാചകനോട് ചോദിക്കാം, ശമൂവേൽ പ്രവാചകനെ, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നമില്ലായിരുന്നോ? പ്രവാചകൻ പറയും, പ്രശ്നമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളേ ഉള്ളൂ, പ്രശ്നങ്ങളേ ഉള്ളൂ, ഭാരങ്ങളേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു എന്നെ നടത്തി എന്ന് മാത്രമേ ആർക്ക് പറയാനുള്ളൂ? ശമൂവേൽ പ്രവാചകന് പറയാനുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, നമുക്കും പറയാൻ കാണണം, എൻ്റെ കർത്താവ് ഇതുവരെ നടത്തി. ഒരു സാക്ഷ്യം എനിക്ക് നിങ്ങൾക്ക് വേണം. ആരംഭം കൊള്ളായിരുന്നു ശമൂവേലിൻ്റെ, അവസാനം കൊള്ളമായിരുന്നു. ആരംഭവും ആമേൻ മധ്യഭാഗവും അവസാനം വരെ ശമൂവേലിൻ്റെ ജീവിതം കൊള്ളാമായിരുന്നു. ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചു. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിറക്കി. നമ്മുടെ ജീവിതം വിശ്വസ്തതയുള്ളതാണോ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം, മറ്റുള്ളവരുടെ മുമ്പിലുള്ള സാക്ഷ്യം, ഇടപെടലുകൾ എല്ലാം വിശ്വസ്തതയുള്ളതാണോ? ഇല്ല എങ്കിൽ ഈ പകൽക്കാലം പറയണം, കർത്താവേ, അപ്പച്ചന് വേണ്ടി ഇറങ്ങിയ ശരിയാ, എവിടെയൊക്കെ ഞാൻ വീട് പോകുന്നുണ്ട്, അവിടെ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടു വരുവാൻ കൃപ തരണമേ. ഇന്ന് അനേകായിരങ്ങൾ ആരംഭം കൊള്ളാം, അവസാനം ശരിയാകത്തില്ല. കർത്താവിൽ നിന്ന് അനേകരെ പിന്മാറിപ്പോകുന്നു. നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ തന്നെ 10-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, ശമൂവേൽ പ്രവാചകൻ കർത്താവിൽ ജീവിച്ചു, കർത്താവിൽ വസിച്ചു, വിശ്വസ്തതയോടെ ജീവിച്ചു, വിശ്വസ്ത പ്രവാചകനായി ജീവിച്ചു. പാപം വന്നെന്ന് അവിടെ എഴുതിയിട്ടില്ല. ദൈവഹിതപ്രകാരം ക്രിസ്തുവിൽ മറഞ്ഞു ജീവിച്ചു. അവസാനം മരണം വരെയും ക്രിസ്തുവിൽ ജീവിച്ചു, ക്രിസ്തുവിൻ്റെ അടുക്കൽ കയറിപ്പോയി. എന്നാൽ ശമൂവേൽ പ്രവാചകനിലൂടെ അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ശൗൽ എന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ശൗൽ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ശൗൽ എന്ന മനുഷ്യൻ. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് ശ്രദ്ധിക്കുന്നത് എനിക്കറിയത്തില്ല. ശൗൽ എന്ന മനുഷ്യനെ കുറിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. അവർ പിന്നെയും യഹോവയോട്, അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ, ഒരു രാജാവിനെ വേണമെന്ന് ജനം മുഴുവൻ പറയുകയാണ്. അയ്യോ ശമൂവേൽ പ്രവാചകനെ, അങ്ങ് വൃദ്ധനായി, അങ്ങയുടെ മക്കളോ ശരിയല്ല, അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് ജനം ഒന്നിച്ച് നിലവിളിച്ചു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ വേറെ ഒന്നും നോക്കണ്ട, ഒരുത്തനെ തിരഞ്ഞെടുത്തോ. അങ്ങനെ ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്തു, പൊക്കമുള്ള ഒരുത്തനെ. അതാണ് ശൗൽ. ഹല്ലേലൂയ. തിരഞ്ഞെടുത്തു. അവൻ അഭിഷേകം ചെയ്യാൻ നേരായപ്പോൾ അവൻ ഒളിച്ചിരിക്കുന്നത് ആര് കണ്ടു? ജനം കണ്ടില്ല. ആര് കണ്ടു? ദൈവം കണ്ടു. ആര് കണ്ടു? ദൈവം കണ്ടു. വായിച്ചേ. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ. കാണാനില്ലാത്തോണ്ട് ജനം ചോദിച്ചു. ഒന്നുകൂടെ വായിച്ചേ, മുകളിൽ മുതലേ.
അവർ പിന്നെയും യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അടുത്ത് അതിന് യഹോവ, അതിന് ആരാ മറുപടി പറഞ്ഞത്? ജനമല്ല. ഇപ്പൊ ആരാ പറഞ്ഞേ? അപ്പൊ യഹോവ സംസാരിക്കുന്ന അവർക്ക് കേൾക്കാം. അവർ സംസാരിക്കുന്നത് യഹോവയ്ക്കും, എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ, എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ, ആശ്രയമായി അങ്ങല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ, ആശ്രയമായി അങ്ങല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്ന ജനത്തിന് കേൾക്കാം, ജനം സംസാരിക്കുന്ന ദൈവത്തിനും അറിയാം. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞു, ദൈവത്തോട് ജനം ചോദിച്ചു, കർത്താവേ അഭിഷേകം ചെയ്യേണ്ടവൻ എവിടെ? ദൈവം പറഞ്ഞു, ഒളിച്ചിരിക്കുക. കണ്ടോ, ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയുന്നൊരു ദൈവം. നീ എവിടെ ഇരുന്നാലും ഇരിക്കുന്ന ഉള്ളറ അറിയുന്ന, എവിടെയാണ് ഒളിച്ചിരിക്കുന്ന അറിയുന്നൊരു ദൈവമുണ്ട്. വായിച്ചേ. അതിന് യഹോവ, അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. കണ്ടോ, എവിടെ ഇരിക്കുന്നു? സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നത് ആര് കണ്ടു? മനുഷ്യൻ കണ്ടില്ല, ദൈവം കണ്ടു. കണ്ടോ, അടുത്ത വരി. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു, അവനെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. അടുത്ത് ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ. എല്ലാവരും വേദപുസ്തകം തുറന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും സ്തോത്രം. എന്തൊന്നാണ് ഞാൻ പ്രസംഗിച്ചു വരുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ആരെക്കുറിച്ചാ? ശമൂവേൽ പ്രവാചകനെ കുറിച്ചാ. അയാളുടെ ആരംഭവും കൊള്ളായിരുന്നു, മധ്യവും കൊള്ളായിരുന്നു, അവസാനവും ജീവിതം കൊള്ളാമായിരുന്നു. കർത്താവിൽ ജീവിച്ചു, കർത്താവിൽ വസിച്ചു, ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തതയോടെ ചെയ്തു. അവസാനം ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞു, ജനവും സാക്ഷി പറഞ്ഞു, ദൈവം സാക്ഷിയായിരുന്നു. പൂർണ്ണതയോടെ എന്ത് ചെയ്തു? വേല തികച്ച അപ്പൻ്റെ അടുത്ത് കയറിപ്പോയി. എന്നാൽ ഇതേ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ് അഭിഷേകം ചെയ്ത ഒരുത്തനായിരുന്നു ആര്? ശൗൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 4:2 വായിക്കുമ്പോൾ വായിച്ചേ. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. 1 യോഹന്നാൻ 4:2. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യാൻ അനേകരുണ്ടെന്ന്. ആത്മാവിന് കീഴടങ്ങത്തില്ല. ദൈവവേലക്കാർ പറഞ്ഞാൽ അത് കീഴടങ്ങത്തില്ല. ദൈവ ആത്മാവ് ഇടപെട്ട് ദൈവവേലക്കാർ പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? കീഴടങ്ങത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കീഴടങ്ങേയില്ല. ആത്മാവ് പറയുന്നത് അനുസരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാരണം അവർ കണ്ടുപിടിക്കും. ഒന്നുകിൽ സിസ്റ്ററല്ലേ പ്രസംഗിച്ചെന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ മോനല്ലേ പ്രസംഗിച്ചെന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇന്ന പാത്രല്ലേ പ്രസംഗം, അതിനേക്കാളും എനിക്കറിയാമെന്നങ്ങ് നോക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നുകിൽ സിസ്റ്ററിൻ്റെ കാരണമായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ മകൻ്റെ കാരണം നോക്കും. അല്ലെങ്കിൽ സ്തോത്രം ഒരു പാസ്റ്ററിനെ നമ്മൾ വെച്ചെന്നിരിക്കട്ടെ, 99.4% വലിയ കുഴപ്പമില്ല. കർത്താവ് അവരെ നടത്തുന്നു. കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തർ. ചിലര് ഹല്ലേലൂയ, ചില ആൾക്കാരുണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന അവർ കേൾക്കത്തില്ല. അവർ പറയും, ഓ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതെന്ന്, ഈ പറയുന്ന ആത്മാവ് ദൈവത്തിൻ്റെതാണോ എന്ന്. കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് ഇതൊന്നും പറയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങിയിരിക്കും. ഓ ഹല്ലേലൂയ. ദൈവം എന്ത് പറയുന്നു അതിന് കീഴടങ്ങിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അത് മറ്റൊരാളിനെ വിമർശിക്കുന്നതല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. മറ്റൊരാളിലൂടെ ദൈവം ഇടപെടുമ്പോൾ ആ ഇടപെടുന്ന വചനം സത്യമാണോ എന്ന് നോക്കി തന്നെ ശോധന ചെയ്ത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? കീഴ്പ്പടി. ഞാൻ പ്രാർത്ഥിക്കണം, നിങ്ങളിലുള്ള ആത്മാവ് സത്യമാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അവർ സ്വർഗത്തിലെത്തണം. അതുകൊണ്ടാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ എന്തോ ആയതുകൊണ്ട് തികഞ്ഞെന്നുണ്ടല്ല, ഒന്നുമായിട്ടില്ല. എന്നെക്കാൾ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠരാണ്, എന്നെക്കാൾ നിങ്ങൾ എത്രയോ ബഹുമാനമുള്ളവരാണ്, എന്നെക്കാൾ നിങ്ങൾ എത്രയോ വചനം അറിയാമെന്നുള്ളവരും വചന വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിച്ചവരാണ്. നിങ്ങളെ മുമ്പിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു എന്നേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഹല്ലേലൂയ, ആരും നിത്യനരകത്തിനകത്ത് പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന പാവ സ്വഭാവങ്ങൾ എന്താണെന്നും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്നും ഞാൻ നോക്കി എന്നെ തന്നെ ശോധന ചെയ്ത് എന്നിലുള്ള സകല പാപത്തിൻ്റെ ശക്തികളെ വെട്ടിക്കളയാത്തടത്തോളം കാലം ഒരിക്കലും ആത്മാവിനെ അനുസരിക്കാനോ അയാൾ സ്വർഗത്തിലും കാണത്തില്ല. അതേസമയം ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവേ, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ? ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ ആമേൻ സ്വത്രം പഴിച്ചും പരിഹസിച്ചും ദൂഷിച്ചും നിന്ദിച്ചിട്ടും ഹല്ലേലൂയ കളിയാക്കിയിട്ട് ഒറ്റപ്പെടുത്തിയിട്ട് നടക്കുന്ന ആളാണോ? കാരണം എന്താ? അസൂയയുടെ ആത്മാവ് അതിനകത്തുണ്ട്. സ്വത്രം പകയുടെ ആത്മാവ് അതിനകത്തുണ്ട്. 3 അഹങ്കാരത്തിൻ്റെ ആത്മാവുണ്ട്. സ്വത്രം ഞാനെന്നുള്ള ഭാവം അതിനകത്തുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം ദുർഭൂതങ്ങൾ കുടിയിരുന്നാണ് ചില വ്യക്തികൾ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇതൊക്കെ അഴിഞ്ഞു മാറി കണ്ണു തുറന്നാൽ ആള് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ തൻ്റെ നഗ്നതകൾ കണ്ട് മുട്ടുമടക്കും. ഹല്ലേലൂയ. കീഴടങ്ങുന്ന ആത്മാവ് ആരുടെ ആത്മാവാ? ദൈവത്തിൻ്റെ ആത്മാവ്. ശമൂവേൽ അവസാനം വരെ കീഴടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശൗലിനെ നോക്കുമ്പോൾ അങ്ങോട്ട് അറിയാം. നമുക്ക് വചനം വായിച്ചു വരുമ്പോൾ അറിയാം ഇവനെ ഇത് തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്തു, ദൈവം തന്നെയാ തിരഞ്ഞെടുത്തു. അടുത്ത വചനം വായിച്ചേ. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ഇനി 1 യോഹന്നാൻ 4:2 ഒന്നുകൂടെ വായിച്ചിട്ട് പോകാം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളയോ എന്ന് ശോധന ചെയ്തോളണം. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളോ എന്ന് ശോധന ചെയ്തോളണം. 1 കൊരിന്ത്യർ 6:9 വായിക്കുമ്പോൾ അടുത്ത വരി 6:9 1 കൊരിന്ത്യർ 6:9 വായിച്ചേ. 1 കൊരിന്ത്യർക്ക് ലേഖനം 6:9 അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? അടുത്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. കണ്ടോ? നമ്മളെ തന്നെ വചനം കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റാതെ, മുട്ടുമടക്കാൻ പറ്റാതെ, സ്വത്രം നമ്മുടെ കുറവുകൾ ഉണരാൻ പറ്റാതെ, സ്വത്രം മറ്റുള്ളവരുടെ നോക്കി ഇങ്ങനെ വിധിച്ച് ഇരിക്കാൻ പറ്റത്തില്ല. സ്വത്രം ശുശ്രൂഷയൊക്കെ കണ്ടായിരിക്കാൻ പറ്റത്തില്ല. ഇളകിച്ചാടും. കാരണം എന്താ? അതിനകത്തൊരു ഭൂതവിരിപ്പുണ്ട്. അവൻ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇളക്കി ചാടിക്കും. ചാടിച്ചിട്ട് എന്തൊക്കെ പറയാൻ പറ്റും എല്ലാം പറയും. ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്വത്രം. ഇത് അകത്തിരിക്കുന്ന ദുഷ്ടനെ അവൻ തകർത്ത് കളയും. അവനെ കണ്ട് പറിച്ച് ആ തീക്കകത്തിട്ട് ആ മെലിത്ത ദ്വീപിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പോയി കാൽ ചവിട്ടിയപ്പോൾ ആ മെലിത്ത ദ്വീപിനെ ഭരിക്കുന്ന പിശാചിൻ്റെ ശക്തി അയാളുടെ കയ്യിൽ അങ്ങ് ചുറ്റി. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് തീക്കകത്തങ്ങ് ഒരേറ്റ കൊടയക്കാം. ആള് പുറത്തു വന്നു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് കൊടയാനൊരാഗ്രഹം വേണം. കൊടഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മുട്ടുമടക്കി രക്ഷപ്പെട്ടു. മടങ്ങി വന്ന രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിച്ച് നിത്യ നരകത്തിനകത്ത് പോകുന്നവരെ കണ്ണും തുറക്കത്തില്ല. നമ്മൾ പരാതിയും പറഞ്ഞ് കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ സ്വത്രം മോശം വാക്കും പറഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കാനും പറ്റത്തില്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ സാക്ഷ്യത്തോടെ ആരാധിക്കണമെങ്കിൽ ഒന്ന് കീഴ്പ്പെടുന്ന ഒരു മനോഭാവം വേണം. കീഴ്പ്പെടുന്ന ദൈവവേലക്കാർ. കഴിഞ്ഞ സ്വത്രം നാളുകൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞ അത് ആ വചനം പറഞ്ഞാൽ ഒന്നും കീഴ്പ്പെടുന്ന ആളല്ല. ദൈവ ശബ്ദം കേട്ടാൽ ഒന്നും കീഴ്പ്പെടുന്ന ആളല്ല. അത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ഞാൻ തന്നെ കേട്ടിങ്ങനെ അങ്ങ് നിന്നു. സ്വത്രം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവവേലക്കാർ പറഞ്ഞാലും അവർ കീഴ്പ്പെടത്തില്ല. അവർക്കെല്ലാം അറിയാമെന്നുള്ള തോന്നലാണ്. ദൈവം പറഞ്ഞാലും കീഴ്പ്പെടത്തില്ല. വചനം വായിച്ചാലും കീഴ്പ്പെടത്തില്ല. വീട്ടിനകത്തുള്ള അംഗങ്ങൾ ദൈവാത്മാവിൽ നിറഞ്ഞവർ പറഞ്ഞു കൊടുത്താൽ ഇല്ല, നീ അവിടെ മിണ്ടായിരുന്നാൽ എനിക്കറിയാമെന്നങ്ങ് പറയും. കണ്ടോ? ദുർഭൂതങ്ങൾ കൂടിയിരിക്കുന്നതാണ്. ഇനി ദൈവവേലക്കാർ സ്നാനപ്പെടുത്തിയവർ അല്ലെങ്കിൽ അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്നവർ, വചനം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്നവർ ചെന്നിരുന്ന് നീ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും അവരെ അടി കൊടുക്കുന്നതല്ലാതെ രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. ആ സ്വഭാവമാണ് പന്നികളുടെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ മുത്ത് കിട്ടിയ ചവിട്ടി എറിയും, ചെളി കിട്ടിയ വാരി ദേഹം മൊത്തം അങ്ങ് കുളിക്കും. സ്വത്രം. മുത്ത് കിട്ടിയാൽ ചവിട്ടി അങ്ങ് എറിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പന്നികളുടെ മുമ്പിൽ നിങ്ങളുടെ മുത്തുകളെ ഇട്ട് കൊടുക്കരുത്, അത് തകർത്ത് കളയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കരുത്. വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്തില്ലെങ്കിൽ മുട്ടുമടക്കി അതിനെ ഉടച്ച് കളഞ്ഞിട്ട് കർത്താവെ എനിക്ക് രക്ഷപ്പെടണമെന്ന് പുറത്തു വന്നില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്തോത്രം 14-ാം അധ്യായം 25 മുതൽ ടക്കനെ വായിച്ചു പോയേ. 14-ാം അധ്യായം 25 മുതൽ ഏറിയ പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും. യേശുപ്പച്ചൻ പറയുന്നുണ്ട് ഒരുപാട് പുരുഷാരം വരുന്നുണ്ട്. പുരുഷാരത്തെ കണ്ട ഉടനെ യേശുപ്പച്ചൻ പറയുകയാണ് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും കണ്ട, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത് അപ്പനായും അമ്മയായും ദൈവമായും എല്ലാമായും വേണം യേശുവേ വേണം. അപ്പനായും അമ്മയായും
എല്ലാമായും യേശുവേ അങ്ങ് വേണം, യേശുവേ വേണം. കണ്ടോ, അപ്പൻ ഇനി ആരാണ്? ദൈവമാണ്. അമ്മ ഇനി ആരാണ്? ദൈവമാണ്. എല്ലാം ആരാണ്? ദൈവമാണ്. എല്ലാമായിട്ടും ആരാ വേണമെന്ന്? യേശുവിനെ മാത്രം വേണമെന്ന്. ഇവിടെ പറയുന്നു, നിന്റെ അപ്പനെ കളയണം, അമ്മയെ ഉപേക്ഷിക്കണം. എന്ന് ഞാൻ വലിച്ചിറക്കണമെന്നാണോ? അല്ല. അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം അവിടെ നിന്ന് മാറ്റിയിട്ട് ആരെ സ്നേഹിക്കുന്നതിനർത്ഥം അടിച്ചു പുറത്താക്കാനല്ല, യേശുവിനെ സ്നേഹിക്കുന്നതിനർത്ഥം. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ, ഒന്നുകൂടെ വരി. ഏറിയ പുരുഷരും അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്ത വചനം, എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ ക്രൂശ് കാണും. ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വീട്ടിനകത്തുള്ള നിന്ന് കാണും, പുറത്ത് നിന്ന് കാണും. അയ്യോ, അതുകൊണ്ട് ഞാൻ ഇനി ഒതുങ്ങിയിരിക്കാം. ഇരിക്കരുത്, അത് പിശാചിന്റെ പരിപാടിയാണ്. കണ്ടോ, ഇതും ചുമന്നുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനായി ജീവിക്കും. പറയണം, ധൈര്യത്തോടെ പറയണം. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും, എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും, എവിടെയൊക്കെ പറഞ്ഞാലും, ഇല്ല കർത്താവേ, ഞാൻ എൻ്റെ യേശുവിനായി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ ഞാൻ വീഴും. കർത്താവിൻ്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കും എന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം വലിയ ദൈവപ്രവൃത്തി വരുന്ന നാളുകളിൽ വഴികളും വാതിലും ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അടുത്ത വരി വായിച്ചേ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ, നോക്കിക്കേ, നമ്മളെല്ലാവരും ഗോപുരം പണിയാൻ ഇച്ഛിച്ചാ പള്ളി വന്നേ. അപ്പോൾ സിസ്റ്ററെ, എനിക്ക് വീടുണ്ട്, എനിക്ക് വീടൊന്നും വേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. ഗോപുരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീടല്ല. എന്താ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാനല്ലേ ഇറങ്ങി വന്നേ? ആണ്. അങ്ങനെ ഇറങ്ങി വന്നവരാണ് ഗോപുരം പണിയാൻ ഇച്ഛിച്ചു. അടുത്ത്, ആദ്യം വരുന്നത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? ആദ്യം നമ്മളൊരു വീട് ഇവിടെ പണിയുമ്പോൾ കണക്ക് തീർക്കാൻ വകയുണ്ടോ? ഇത് വീട് കുറവ് തീർക്കാൻ പറ്റുമോ? ഈ പണിത് ബേസ്മെന്റ് ഇട്ടിട്ട് സ്വത്രം സങ്കടപ്പെട്ടോട് നടക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇതിന് പണിയാൻ പറ്റുമോ എന്ന് ഇരുന്നെന്ത് ചെയ്യും? ചിന്തിക്കയില്ലയോ? അടുത്ത വരി. അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. പണി തീർക്കാൻ പറ്റാതെ, പൈസ ഇല്ലാതെ വീണു പോയെന്ന് വന്നേക്കാം, തീർക്കാൻ കഴിയാതെ വന്നേക്കാം. അടുത്ത്, കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി. കണ്ടോ, വീടിനെ മര്യാദയ്ക്കിരുന്ന വീടിനെ പൊളിച്ച് പണിയാൻ തുടങ്ങി, തീർപ്പാനും വകയില്ല എന്ന് പരിഹസിക്കും. അർത്ഥം എന്താ? ജാതികളുടെ കൂട്ടത്തുള്ള എല്ലാം നിർത്തി ഇപ്പൊ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു, പാപത്തെ വിട്ടുതിരിഞ്ഞു, ഇറങ്ങി വന്നു. ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസത്തിനകത്ത് എൻ്റെ കൂടെ വരും, 2 മാസത്തിനകത്ത് എൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനം ഇരിക്കുന്നത്. ഇവരറിയുന്നില്ല. അപ്പം അതൊക്കെ ചില ദിവസം കഴിയുമ്പോൾ പണി തീർക്കാനുള്ള പൈസ ഇല്ല. കാരണം പ്രാർത്ഥനയില്ല, വീട്ടിനകത്ത് പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല, ദൈവമായിട്ടൊരു ബന്ധമില്ല, അടുപ്പ ലോകത്തോടായി. പതുക്കെ ആളെങ്ങോട്ട് പോയി? സമ്പത്തിലേക്കും ലോകത്തിലേക്കും പേരിലേക്കും പ്രശസ്തിയിലേക്കും പോയപ്പോൾ സ്വർഗത്തിലെ പണി അവിടെ തന്നെ കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിവിടെ വിട്ട് പോകുമ്പോൾ സ്വർഗത്തിലൊരു നന്മയുണ്ട്, അവിടെ തന്നെ കിടക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയി. പണിയാൻ ഇറങ്ങി അനേകർ ചിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ വിട്ട് ഇറങ്ങി പോയതാ, ഇപ്പോൾ ഇതാണ്ട കണ്ടോ, ഇപ്പം ഞങ്ങളെ കൂടെ വന്നിരിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ദൈവനാമം ദൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ പണിയാനായിട്ട് ഇറങ്ങി, രക്ഷിക്കപ്പെട്ട് മാനസാന്തരത്തിൽ സ്നാനപ്പെട്ടു, ഇനി ജീവിക്കുന്നു, ഞാൻ യേശുവിനായിട്ട് ജീവിക്കുന്നു, നീ ഇറങ്ങി. അനേകരോട് നീ സാക്ഷിയൊക്കെ പറഞ്ഞു, ഞാനിനി യേശുവിനായിട്ട് ജീവിക്കുന്നു സാക്ഷിയൊക്കെ പറഞ്ഞു. നീ ഒരുപാട് പേരോട് ചെന്ന് നിന്റെ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഇന്ന് നീ ഇപ്പം എവിടെ? കണ്ടോ, പണിവാനോ തീർപ്പാനോ വകയില്ല. ആളുകൾ തിരിച്ചു വായിക്കാൻ തുടങ്ങി. നീയാണോ പെന്തക്കോസ്തിൽ പോകുന്നത്? കണ്ടോ, തീർപ്പാനോ? എന്തുകൊണ്ട്? പാപം, തെറ്റ്, പിന്മാറ്റം, അശുദ്ധി, ചീത്തവിളി സ്വഭാവം, ദൈവഹിതമല്ലാത്ത വാക്കുകൾ. കണ്ടോ, നീയാണോ ആട്ടോണോ ചർച്ചിൽ പോകുന്നത്? ഉണ്ടോ ചോദിക്കാൻ തുടങ്ങി. കാരണം എന്താ? തീർപ്പാനോ വകയില്ല. വക വരണമെങ്കിൽ കീഴ്പ്പെടുന്നവനെ വക കൊടുക്കൂ. ഏത് വക? ക്രിസ്തുവിൻ്റെ കൃപ. ചിലർക്കൊക്കെ നല്ല ക്ഷീണം വരിക ഈ യഥാർത്ഥ വചനം കേൾക്കുമ്പോൾ. സ്വത്രം ക്രിസ്തുവിൻ്റെ കൃപ കീഴ്പ്പെടുന്നവർക്കേ കിട്ടും. ഹല്ലേലൂയ. അല്ലാത്തവർക്കൊന്നും ഈ കൃപ കിട്ടത്തില്ല. ദൈവത്തിന് സ്വത്രം. നോക്കിയേ, തീർപ്പാൻ വകയുണ്ടോ നോക്കുമല്ലേ വീട് പൊളിക്കുമ്പോൾ? ഇല്ല എങ്കിൽ അടുത്ത വരി വായിച്ചേ. ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ കൂടെ സാക്ഷി പറഞ്ഞ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ സ്നാനപ്പെട്ടു, എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം, എൻ്റെ ജീവിതം മാറി. നിങ്ങളെന്താ പള്ളി വരാത്ത? നിങ്ങളൊന്ന് വന്നു നോക്ക്, നിങ്ങൾ വന്നാൽ നിങ്ങൾ കുടുംബം രക്ഷപ്പെടുന്നു പറഞ്ഞ ആളിപ്പം പള്ളി പോകുമെങ്കിലും ചീത്ത വിളി വിട്ടിട്ടില്ല. മനസ്സിലായോ? കയ്യടിയൊക്കെ ആരാധിക്കുമെങ്കിലും പന്ന സ്വഭാവമൊന്നും മോശം വാക്കൊന്നും വിട്ടിട്ടില്ല. ആൾക്കാർ പറയുകയാണ്, തീർപ്പാൻ ഇറങ്ങി വഴിയെ കിടക്കുക. കണ്ടോ? ഹല്ലേലൂയ. തീർപ്പാനായിട്ട് ഇറങ്ങി തിരിച്ചു. പക്ഷെ ശരിയല്ല ജീവിതം. അയാളെ കണ്ട ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടും? ഇല്ല. സ്വത്രം. അടുത്ത വരി വായിച്ചേ.
തീർപ്പാനും വകയില്ലെന്ന് പരിഹസിക്കുമല്ലോ. പരിഹസിക്കുമല്ലോ. അടുത്ത് അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ, അപ്പോ നമ്മൾ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിരേൽപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ല. പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരെ തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്ത് ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ. ഉപ്പ് നല്ലതാണ്, പക്ഷെ കാരമില്ലെങ്കിൽ എന്തോന്ന് പ്രയോജനം? കവർ കണക്കിന് ഉപ്പ് വാങ്ങി 10 കവർ ഉപ്പ് വീട്ടിൽ വാങ്ങി, ഒരു കവർ പൊട്ടിച്ചു, ശകല ഉപ്പെടുക്കാൻ നോക്കി, ഉപ്പിട്ടിട്ട് എത്ര ഇട്ടിട്ടും ഒരു കവർ ഉപ്പിട്ടിട്ടും ഉപ്പിന്റെ രുചി ഇല്ല. എന്ത് പ്രയോജനം? കാരണം എന്താ? 10,000 പാട്ട് പാടുന്നുണ്ട്, പള്ളിയിലും പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഉപ്പിന് എത്ര തട്ടിയിട്ടും ജീവിതം ശരിയല്ല. കണ്ടോ? പണിയാൻ ഇറങ്ങി പണി പറ്റുന്നില്ല. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ? ഉപ്പ് കാരമില്ലാതെ എന്ത് പ്രയോജനം? ജീവിത വിശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രയോജനം? ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിനകത്തത് ഫലമായി വന്നില്ലെങ്കിൽ പ്രസംഗിച്ചത് കൊണ്ടും കേട്ടത് കൊണ്ടും വായിച്ചത് കൊണ്ടും ധ്യാനിച്ചത് കൊണ്ടും എന്ത് പ്രയോജനം? അത് നമ്മുടെ ജീവിതത്തിനകത്ത് വരണ്ടേ. അടുത്ത വരി, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരും. അടുത്ത വരി, പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിന്നെ ആ കാരമില്ലാത്ത ഉപ്പ് നിലത്തിനും വളത്തിനും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിന്നെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കണ്ണ് കാണാൻ പാടത്തില്ല, ഭാര്യയെ കണ്ട കണ്ണ് കണ്ടുകൂടാ, മക്കളെ കണ്ട കണ്ണ് കണ്ടുകൂടാ, നാട്ടുകാരെ കണ്ട കണ്ണ് കണ്ടുകൂടാ. ആൾക്കാർ പറഞ്ഞു നോക്കുക, രക്ഷിക്കപ്പെട്ട വീട്ടില്ല ഈ അടിയേക്കുന്നത്. നോക്ക്, കഴിഞ്ഞ ദിവസം അവിടെ ഭയങ്കര കൂട്ടപ്രാർത്ഥനയൊക്കെ കേട്ടു. ഇപ്പം നോക്ക് അവിടെ ഭാര്യയടി. കാരണം എന്താ? ഉപ്പില്ല, ഹല്ലേലൂയ, രുചിയില്ല. കണ്ടോ? അത് ഒന്നിനും കൊള്ളത്തില്ല. കണ്ടോ? പ്രയോജനമില്ല. നാട്ടുകാർക്ക് ശല്യം, വീട്ടുകാർക്ക് ശല്യം. കണ്ടോ? ഒരു ദൈവ പൈതൽ ഉപ്പ് ഇല്ലാതെ പോയാൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇല്ലാതെ പോയാൽ പൈതലെ ഒരു പ്രയോജനം ഇതുകൊണ്ട് ഇല്ലെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ പൈതലാണെന്നും യോഹന്നാൻ സുവിശേഷം 6:66 മുതൽ അങ്ങോട്ട് 70 വരെ വായിക്കുമ്പോൾ വായിപ്പിക്കുന്നില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടക്കുമ്പോൾ യേശുക്രിസ്തു സത്യവചനം പ്രസംഗിച്ചപ്പോൾ ജനം മുഴുവൻ പിന്മാറാൻ തുടങ്ങി. സ്തോത്രം. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, കർത്താവേ, ഗുരു, ഇങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിച്ചാൽ ജനം അങ്ങ് മാറിപ്പോകത്തില്ലേ? പള്ളിക്കകത്ത് ജനം വരണ്ടേ? യേശു പറഞ്ഞു, നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നപ്പോക്കോ. അപ്പോഴാണ് ശിഷ്യൻ പറഞ്ഞ, കർത്താവ്, നിത്യജീവന്റെ മൊഴി അങ്ങയുടെ പക്കലുണ്ട്, ഞാൻ ഇത് വിട്ടിട്ട് എവിടെ പോവും? നിത്യജീവന്റെ മൊഴി ആരുടെ വശമുണ്ട്? എൻ്റെ അപ്പൻ്റെ ഉണ്ട്. ഞാൻ ഇത് വിട്ടിട്ട് എങ്ങനെ പോകും? ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് രുചിക്കുകയോ ഇത് മധുരം ഉണ്ടാക്കുകയോ ഇത് നന്മ ഉണ്ടാക്കുകയോ ഇത് വിടുതലുണ്ടാക്കുകയോ ചെയ്യത്തില്ല. ഈ വചന യഥാർത്ഥമായി അകത്തിറങ്ങുന്നവൻ്റെ അകത്ത്, ജീവിതത്തിനകത്ത്, തലമുടി നാരീഴ മുതൽ നഖത്തിനകം വരെ മാറ്റം വരും. മാത്രമല്ല, ഒരു ഇല പോലും മതി അനേകർക്കൊരു വിടുതലിന്. ആള് മുഴുവനും വേണ്ട, അയാളുടെ ഒരു ഇല മതി, അർത്ഥം ഒരു വാക്ക് മതി, ഒരു ശബ്ദം മതി. ഹല്ലേലൂയ. കാരമുള്ള ഉപ്പാണോ നീ? ക്രിസ്തുവുള്ളവരെ ഉപ്പാണോ നീ? നീ ഒരു അനുഗ്രഹം തന്നെയാ. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മകനാണോ നീ? ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മകളാണോ നീ? നിന്റെ പ്രാർത്ഥന അനുഗ്രഹമാ. നിന്റെ വീട്ടിനകത്ത് നീ ഒരു അനുഗ്രഹമാ. നിന്റെ ദേശത്തിൽ നീ ഒരു അനുഗ്രഹമാ. നിന്റെ കൂട്ടുകാരൻ നീ ഒരു അനുഗ്രഹമാ. നീ ഒരു വരി അവരോട് പറയുമ്പോൾ നീ ഒരു അനുഗ്രഹമാ. പക്ഷെ കാരമില്ലയോ, ജനം ചവിട്ടാൻ തുടങ്ങും, കാർക്കിച്ച് തുപ്പാൻ തുടങ്ങും, മോശം വാക്ക് പറയാൻ തുടങ്ങും. മക്കൾ പോലും നമ്മൾ അംഗീകരിക്കത്തില്ല. ആര് പോലും? മക്കൾ കുഞ്ഞായിരുന്നാൽ പോലും തിരിച്ചു ചോദിക്കും, അമ്മ അങ്ങനെയല്ലേ? എന്നാ സ്തോത്രം. തിരിച്ചു ചോദിക്കും. ഹല്ലേലൂയ. ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. പണിവാൻ ഇറങ്ങി, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾ ജീവിതം എങ്ങനെയാണെന്ന് നോക്കണം. ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആൾക്കാർ സ്തോത്രം കളിയായിക്കൊണ്ടിരിക്കുകയാണോ? മറന്നു പോകല്ലേ. പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം. ആത്മാവെന്നോട് സംസാരിക്കുന്നു, ആത്മാവെന്നോട് എങ്ങനെ ഇടപെടുന്നു, ആത്മാവെന്നെ എങ്ങനെ നടത്തുന്നു. എൻ്റെ കർത്താവിൻ്റെ മേൽ കീഴടങ്ങേണ്ട വേണം കീഴടങ്ങണം. കർത്താവിൻ്റെ മേൽ മുട്ടുമടക്കേണ്ട വേണം മുട്ടുമടക്കണം. കർത്താവ് എന്താണോ സംസാരിക്കുന്നത് അതിൻ്റെ മുമ്പിൽ കീഴടങ്ങി ആ വചനപ്രകാരം ജീവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തി ഉപ്പ് കാരമുള്ളതായി മാറുക. ജീവിതത്തിനകത്ത് മാറ്റം വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 1 യോഹന്നാൻ 3:1 വായിക്കുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം
ഇത്ര വലിയ സ്നേഹം വെച്ചിരിക്കുമ്പോൾ, ഓ സ്തോത്രം പൈതലേ, നമുക്ക് ദൈവമക്കളെന്ന് മറ്റുള്ളവരും കാണുവാൻ, കുടുംബം കാണുവാൻ, ദേശം കാണുവാൻ, ലോകം അറിയുവാൻ, ഞാൻ യേശുവിൻ്റെ മകനാണ് മകളാണെന്ന് അറിയുവാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രയും വലിയൊരു സ്നേഹം ഒരുക്കിയിരിക്കുമ്പോൾ ആമേൻ, നിസ്സാര കാര്യങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടു പോകല്. അനേകർ ഇറങ്ങിത്തിരിച്ചു, പക്ഷെ സ്നേഹം തണുത്തുപോയി. അനേകർ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചു. ഇപ്പം പണി പൂർത്തീകരിക്കുക, ഞാൻ അന്ത്യം വരെ ഓടുന്നു ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ശമൂവേലിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അവസാനം വരെ ആ മനുഷ്യൻ യേശുവിനായി ജീവിച്ചു. അവസാന സെക്കൻഡ് വരെ സാക്ഷ്യത്തോടെ ജീവിച്ചു, വിശ്വസ്തയോടെ ജീവിച്ചു. എന്നാൽ അടുത്ത് രാജാവാക്കുവാൻ ശൗലിനെ നോക്കുകയാണ്. ശൗൽ രാജാവിനെ നോക്കി കാണാനില്ല. ശൗൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവം പറഞ്ഞു അവൻ സാമാനത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്, അവനെ പൊക്കാൻ പറഞ്ഞു. ആലല്ലേ, അവനെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ട് നടത്ത് അഭിഷേകം ചെയ്യാൻ നിർത്തുമ്പോൾ അവൻ എല്ലാവരെക്കാളും പൊക്കമുള്ളവനായിരുന്നു. അടുത്ത വാക്യം വായിച്ചേ. എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിനും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതിനുശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബയയിൽ തന്റെ വീട്ടിലേക്ക് പോയി. 13-ാം അധ്യായം വീണ്ടും വായിക്കുമ്പോൾ, ശൗൽ രാജാവായപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ ഇസ്രായേൽ 2 സംവത്സരം എന്ത് ചെയ്തു? വാണു. ഹല്ലേലൂയ. 13-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 14-ാം വാക്യം വരെ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, 2000 പേർ ശൗലിനോട് കൂടെ ഉണ്ടായിരുന്നെന്ന് താഴെ വരെ എഴുതിയിരിക്കുന്നു. എന്നാൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 18-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 6, 7, 8, 9, 10 വായിച്ചേ. 1 ശമൂവേൽ 18-ാം അധ്യായം വേഗത്തിലെടുത്തേ, സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അടുത്തവരി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. സ്തോത്രം. ദാവീദ് ഈ ശൗലിനെ രാജാവാക്കി. ശൗൽ രാജാവായി താമസിക്കുകയാണ്, പാർക്കുകയാണ്. രാജാവായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. നമുക്കറിയാം, ഗോലിയത്ത് ഇറങ്ങി വന്നു. അപ്പോൾ അവനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ദാവീദ് എന്ന കൊച്ചു പയ്യൻ അതിനെ തകർത്തു. അപ്പോൾ ജനം മുഴുവൻ ആർത്ത് പാടി. ദാവീദിനെ കുറിച്ചും ശൗലിനെ കുറിച്ചും പാടിക്കൊണ്ടിരുന്നപ്പോൾ പിശാചിൻ്റെ ആത്മാവുള്ളവൻ ഇളകി. കണ്ടോ, ഇതാണ് കാര്യം. പിശാചിൻ്റെ ആത്മാവുള്ളവനെ തിരിച്ചറിയും. അവൻ മറ്റൊരാളുടെ നന്മ കണ്ടാൽ ഇഷ്ടപ്പെടുന്നവനല്ല. വേറൊരാൾ നന്നാവുന്നതേ ഇഷ്ടമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ നന്നാകുന്നത് കണ്ടാൽ ഇഷ്ടമല്ല. ദാവീദിനെ കുറിച്ച് പാടിയതേ ഉള്ളൂ. 7-ാം വാക്യം. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവൻ ദാവീദിനെ 10,000 കൊന്നു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അവൻ്റെ കണ്ണുകടി പിശാചിൻ്റെ കണ്ണുകടിയായിരുന്നു. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ, സ്തോത്രം, അടുത്ത 10-ാം വാക്യം വായിച്ചേ. പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള കണ്ണുകടി തുടങ്ങിയതും പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. കണ്ടോ? ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? ഇപ്പൊ എന്തിറങ്ങിപ്പോയി? പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ഭയങ്കര ആരാധിച്ച് സാക്ഷിയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി പ്രസംഗിച്ച് ഭയങ്കര രീതിയിൽ സ്തോത്രം ദേശത്തും പുറത്തും അകത്തും ഒക്കെ നിന്നതാ. ഇന്നിപ്പോ ആര് കയറി? അസൂയയും വിദ്വേഷവും വിരോധവും ഒക്കെ വന്നപ്പോൾ ഇറങ്ങിയത് കൊള്ളാമായിരുന്നു. ശൗലേ, നീ അഭിഷേകം നിന്നെ ഇറക്കിയത് കൊള്ളാമായിരുന്നു, പക്ഷെ നീ വേണോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ നിന്റെ സ്വഭാവത്തിനകത്ത് മാറ്റം തുടങ്ങി, നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം തുടങ്ങി. നിന്റെ മേൽ മറ്റൊരാൾ നന്മ നിന്റെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ പേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അസൂയ പൊങ്ങി കയറും. അർത്ഥം, നീ പാവമാ, പക്ഷെ നിന്റെ അകത്തിരിക്കുന്ന ശൗലേ, നീ നല്ലൊരാളാണ്, പക്ഷെ നിന്റെ അകത്തിരിക്കുന്ന ഭൂതം ശരിയല്ല. ഹല്ലേലൂയ. നീ നല്ല ആളാ, നീ രക്ഷപ്പെട്ട നല്ല ആളാ, നല്ല സ്വഭാവമാ, നല്ലൊരു കുഞ്ഞാടായിട്ട് വരേണ്ട ആളാ. കഴിഞ്ഞ നാൾ നീ കുഞ്ഞാടായിരുന്നു ശൗലേ, പക്ഷെ ഇപ്പോ നിന്റെ അകത്തിരിക്കുന്നത് കുഞ്ഞാടല്ല, ചെന്നായ. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. കണ്ടോ? വായിച്ചേ 10-ാം വാക്യം. പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ്
ശൗലിന്മേൽ വന്നു. അടുത്ത് അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ദാവീദ് പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട്. കണ്ടോ, കുത്തക്കമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ കുത്താൻ കിട്ടിയില്ലെങ്കിൽ, കമ്പി കിട്ടിയില്ലെങ്കിൽ വാക്കുണ്ടെങ്കിലും കുത്തും. നേരിട്ട് കുത്താൻ പറ്റില്ലെങ്കിൽ ഒളിച്ചിരുന്നെങ്കിലും കുത്തും. ഇതെല്ലാം ദുരാത്മാവിൻ്റെ പദ്ധതിയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവഭാഗത്ത് മുട്ടുമടക്കിയാൽ ഈ ഫോൾട്ടിനെ അഴിച്ച് മാറ്റിയിരുന്ന് മടങ്ങിപ്പോകുമ്പോൾ യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശവാജന. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശവാജന. യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശമാജന. 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 അടുത്ത വാക്യം, രണ്ടു വാക്യം കൂടെ വായിച്ചേ. ശൗൽ കുന്തം ചാട്ടി, എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. അടുത്ത്, യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കെ. ശൗലിന്റെ കൂടെ അല്ല ദൈവം ഇരുന്നത്. ആരുടെ കൂടെ? ശൗലിന്റെ കൂടെ ദുരാത്മാവെങ്കിൽ ദാവീദിന്റെ കൂടെ സത്യദൈവം. ആമേൻ, ആമേൻ. ആരാധിക്കുന്നവന്റെ കൂടെ, ദൈവവചന പ്രകാരം ജീവിക്കുന്നതിന്റെ കൂടെ ദുരാത്മാവല്ല, സത്യത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്. ജീസസ്, 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 ജീസസ്. യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു. ശൗലിനോട് കൂടെ ദുരാത്മാവെങ്കിൽ ദൈവം ദാവീദിന്റെ കൂടെ ഇരുന്നു. ഇതിനകത്ത് വചനം കേൾക്കുന്ന പൈതലേ, ലോകം നിന്നെ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, നാട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, നീ ക്രിസ്തുവിന്റെ വചനപ്രകാരം നിന്ന കേട്ടിട്ടും പരിഹാസം കേട്ടിട്ടും പിന്മാറാതെ, ഞാൻ മാറാതെ, പിന്മാറാതെ, ഞാൻ മാറാതെ. പിന്മാറാതിരിക്കുന്ന പൈതലാണ് താങ്കളെങ്കിൽ ഞാൻ പറയാം, നിന്റെ കൂടെ യേശുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടെ ഉറപ്പായിട്ട് ആരുണ്ട്? യേശു അപ്പനുണ്ട്. അടുത്തവർ വായിച്ചേ. ശൗലിനെ വിട്ടുമാറുകയും ചെയ്തുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാതനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും. ദാവീദ് ഉണ്ടോ ഇട ശൗല, നിനക്ക് ദുരാത്മാവ് പിടിച്ചെന്ന് പറഞ്ഞുണ്ട്. നിന്റെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് ദുരാത്മാവല്ല, നിന്റെ സഭയ്ക്കകത്തുള്ള മറ്റംഗങ്ങൾക്ക് ദുരാത്മാവല്ല, ഓഹോ നിന്റെ കൂടെ നടക്കുന്ന മറ്റംഗങ്ങൾക്ക് ദുരാത്മാവല്ല, നിനക്ക് ദുരാത്മാവ് വന്നെന്ന് പറഞ്ഞ ശൗലേ, ദാവീദിന്റെ കൂടെ ദൈവമുണ്ട്. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എടാ, നീ സത്യത്തിന്റെ ആത്മാവ് പ്രാപിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് പാപം ചെയ്ത് നീ കീഴ്പ്പെടാതെ നിന്റെ അകത്ത് ദുരാത്മാവ് കയറിയെന്ന് പറഞ്ഞ് ബാക്കി ഇരിക്കുന്നവന്റെ മേൽ ദുരാത്മാവല്ല, അവന്റെ കൂടെ സത്യ ദൈവം കൂടെ നടക്കയാ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ ഒന്നും തള്ളണ്ട, ധൈര്യത്തോടെ പോ. ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന പൈതലേ, താഴ്ത്തി തന്നെ ദൈവകരങ്ങളിൽ കൊടുത്തു ഓടുന്ന പൈതലേ, നീ ഒന്നിനെ കുറിച്ചും പതറണ്ട. മനുഷ്യൻ പറയുന്ന വാക്കല്ല നീ നോക്കേണ്ടത്, ദൈവത്തെ നോക്ക്, ക്രിസ്തുവിനെ മാത്രം നോക്ക്. നിന്റെ അഭിഷേകത്തെ തകർക്ക, നിന്റെ പ്രാർത്ഥനയെ തകർക്ക, നിന്റെ വചന ധ്യാനത്തെ തകർക്ക, നിന്റെ ആരാധനയെ തകർക്ക. ചില ശൗലിന്റെ ശക്തികൾ നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ നീ വീണ് പോകരുത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ചില രക്തബന്ധുക്കളുടെ കൂടെ പോലും അവൻ ചില ശൗലിന്റെ ആത്മാക്കൾ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നീ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, നീ പാടുമ്പോൾ, നീ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ, നീ എല്ലാ ആരാധനയ്ക്ക് ഓടി നടന്ന് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, നിനക്കെതിരെ ചില ശൗലിന്റെ ആത്മാക്കൾ ഇരുന്ന് നിനക്കെതിരെ വാദിക്കും, തർക്കിക്കും. നീ വീട് പോകല്ലേ. ഓ ദൈവത്തിന് സ്വന്തം. ആരോടൊക്കെ ഇടപെടുകയാണ്, ആരോടൊക്കെ ഇടപെടുകയാണ്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരെ ചില ശൗലിന്റെ ആത്മാക്കൾ എഴുന്നേറ്റ് വന്നാലും നീ പേടിക്കല്ലേ, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടവരാ, പരിഹസിക്കപ്പെട്ടവരാ, പുറന്തള്ളപ്പെട്ടവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പേടിക്കരുത്, നീ പേടിക്കരുത്. നീ ഉറച്ചു നിന്നാൽ മറ്റുള്ളവരും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. ആമേ. മാത്രമല്ല, നീ ഉറച്ച് കർത്താവിൽ നിന്നാൽ സ്തോത്രം, കർത്താവിൻ്റെ അടുത്തെങ്കിലും കയറിച്ചല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ആമേ. കുന്തം എടുക്കുന്നവർ കുന്തം എടുക്കട്ടെ, കുത്തുന്നവർ കുത്തട്ടെ, എന്നാൽ കുത്തേക്കാതെ സൂക്ഷിക്കുന്ന ദൈവം മാത്രമേ. ആമേ. അവൻ ശപിച്ചാലും അവൻ എന്ത് പറഞ്ഞു
പറഞ്ഞാലും നിനക്ക് ഏൽക്കത്തില്ല. കാരണം നിന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും നിന്റെ മേലെ ഏൽക്കത്തില്ല. നിന്റെ കുടുംബത്തിന് മേലെ ഏൽക്കത്തില്ല. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. ശൗൽ ഇറങ്ങി തിരിച്ചു കേട്ടോ ദൈവത്തെ ആരാധിക്കാൻ. പക്ഷെ പകുതി വശമായപ്പോൾ പിശാചൻ കടന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം നേരെ ജീവിച്ചു. എങ്ങനെ? കുറച്ച് ദൂരം നേരെ ജീവിച്ചു. പിന്നെ അയാൾ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ എന്ത് കയറി? ദുരാത്മാവ് കയറി. എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ, എടാ കിന്നരം വായിക്കുമ്പോൾ ദുരാത്മാവ് ഇളകുന്നു. ദാവീദ് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാണ്, പല പ്രാവശ്യം. എടാന്നല്ല രാജാവേ, അങ്ങയുടെ മേൽ ദുരാത്മാവാണ്, കണ്ടോ, നീ കീഴടങ്ങ് എന്ന് പലരും ഉപദേശിച്ചു കൊടുത്താണ്. കീഴടങ്ങത്തില്ല. നീ എന്നെ പഠിപ്പിക്കാൻ പറ്റ ഞാൻ രാജാവ്, ഉണ്ടോ? സ്വത്രം. ശൗലിന്റെ പേര് ആത്മാവ് ഉണ്ടോ? അടുത്തവർ വായിച്ചേ. ദാവീദ് തന്റെ എല്ലാ വഴികളിലും. ദാവീദ്, എടാ നീ തിരിഞ്ഞ് തലകുത്തനെ പോയാലും നിന്റെ കൂടെ നിൽക്കുന്നവരൊന്നും അതുപോലെ പോകുന്നു നീ വിചാരിക്കണ്ട. നിന്റെ കുടുംബത്തിലെ അംഗങ്ങളും പിന്മാറും നീ വിചാരിക്കണ്ട. നിന്റെ പ്രിയപ്പെട്ടവരെ നീ കൊണ്ടുപോകാൻ നീ വിചാരിക്കണ്ട. അവരെ അന്ത്യം വരെ കർത്താവിനായി ഓടുകയും ചെയ്യും. ആമേൻ, 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 ആമേൻ. നീ ചിലത് കാണിച്ചെന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തിലെ മക്കളെ, നിന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളെ നിനക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ മാതാപിതാക്കളെ നിനക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ സഹോദരങ്ങളെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ ഭർത്താവിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഭാര്യയെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവർ എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ബന്ധുക്കൾ നിരുത്സാഹപ്പെടുത്തുമ്പോഴും നീ പതറത്തില്ല. കാരണം നിന്റെ കൂടെ യേശുവുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. അവർ വാക്കുകൾ പറയും, നിന്നെ വലിച്ച് താഴെ തള്ളിയിടാൻ നോക്കും. നീ പേടിക്കണ്ട, നിന്റെ കൂടെ യേശുവുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു യഹോവ. ഇനി ആര് വേണം? ഈ ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ, എങ്ങനെ നടന്ന്? വിവേകത്തോടെ. ഭൂതം പിടിച്ചല്ല നടന്ന് വിവേകത്തോടെ. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കും ദൈവത്തിൻ്റെ പൈതലേ, എന്ന ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്ക് നായനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയോ അവനെ സ്നേഹിച്ചു, ദാവീദിനെ സ്നേഹിച്ചു. ദാവീദ് താഴ്മയോടെ പോയി. ദാവീദ് ദൈവ ഭയത്തോടെ പോയി. ദാവീദ് ദൈവത്തെ നോക്കി ജീവിച്ചു, ദൈവ വചനപ്രകാരം ജീവിച്ചു. എന്നാൽ ശൗൽ വീണുപോയി. ആമേൻ. വീണ്ടും അവസാന അധ്യായം 1 ശമൂവേൽ 28 അധ്യായം അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ, ഇടയ്ക്കുള്ള ഒന്നും പറയാൻ സമയമില്ല. 28 അധ്യായം വായിച്ചു പോകുമ്പോൾ ശൗൽ ഇതാ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് അടുക്കലേക്ക് പോയി. ശൗൽ ദൈവത്തെ ആരാധ്യവൻ. ആമേൻ. ഇറങ്ങി തിരിച്ചു ദൈവത്തിനായിട്ട്. പക്ഷെ പിന്നെ മാറി മാറി ദുരാത്മാവ് കയറി പിന്നെ പഴയ വഴിയിലേക്ക് അവൻ പോയി. വെളിച്ചപ്പാടത്തികളെ ശാസിച്ച് ഒതുക്കിയവൻ വീണ്ടും വെളിച്ചപ്പാടത്തിയുടെ ആലോചന ചോദിക്കാൻ പോയി. 28 അധ്യായം വായിക്കുമ്പോൾ അവൻ പോയി. 7 വാക്യം മുതൽ വായിച്ചേ. 7 വാക്യം മുതൽ ടക്കനെ വായിച്ചു പോയേ. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ സ്ത്രീയുടെ അടുക്കലെത്തി, വെളിച്ചപ്പാട് ആത്മാവുണ്ട്, നീ എനിക്കായി. ഇപ്പൊ കർത്താവിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ എവിടെ പോയി പറ? വെളിച്ചപ്പാട്. കാരണം എന്താ? ദുരാത്മാവ് കയറിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നിന്റെ അകത്തിരിക്കുന്ന സത്യാത്മാവല്ല, നീ രക്ഷപ്പെട്ടോ, മുട്ടുമടക്ക്, നീ മുട്ടുമടക്ക്, നീ ഇല്ലെങ്കിൽ നീ പഴയതിൻ്റെ അപ്പുറത്താവും, നീ മുട്ടുമടക്ക്, നീ പഴയതിൻ്റെ അപ്പുറത്താവും, നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, നീ നരകയോഗ്യനാകും, നീ തീർന്നു, അവസാനിച്ചു എന്ന് പലരും പറഞ്ഞു കൊടുത്തു. ആരോടെ? ഒരു പക്ഷേ ശൗലിനോട്. പക്ഷേ ഇയാൾ അംഗീകരിക്കത്തില്ല. ഇയാൾ മുട്ടുമടക്കുന്ന ആളല്ല. ഇയാൾ ദൈവവചനത്തെ അംഗീകരിക്കത്തില്ല. വചനത്തിന് മുമ്പിൽ മുട്ടുമടക്കുകയില്ല. ആൾക്കാരുടെ മുമ്പിൽ ഒരു ചെരുപ്പരം പോലെ ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോഴോ, ദൈവവേലക്കാര് താഴ്മയോടെ പറഞ്ഞു കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ വചനത്തിലൂടെ ധ്യാനിക്കുമ്പോഴോ, കേൾക്കുമ്പോഴോ മറ്റുള്ളവരെ പരിഹസിക്കുന്നതല്ലാതെ താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കി കുറവുകൾ ഉണ്ടോ എന്ന് ഉണർന്ന് ദൈവഭാഗത്ത് മുട്ടുമടക്കാൻ കഴിയുന്നില്ല. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇതാ സ്തോത്രം, വെളിച്ചപ്പാടത്തിനടുത്ത് പോയി. അടുത്ത വരി, നീ എനിക്ക് പ്രശ്നം നോക്കുകയും, നീ എൻ്റെ പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് തന്നെ. മരിച്ചുപോയ ശമൂവേലിനെ വിളിച്ചു വരുത്താൻ ആര് പറഞ്ഞു? വെളിച്ചപ്പാടത്തിനടുത്ത് മരിച്ചുപോയി അടക്കം ചെയ്തു. ആര്? ശമൂവേൽ പ്രവാചകൻ അടക്കി. മനസ്സിലാകുന്നുണ്ടോ? ശമൂവേൽ പ്രവാചകനെ അടക്കം ചെയ്തിട്ട് അവിടെ ചെന്ന് ആലോചന ചോദിക്കാൻ വെളിച്ചപ്പാടത്തിനടുത്ത് പോയി പറഞ്ഞു. ആരെ വിളിച്ചു വരുത്താൻ? ശമൂവേലിനെ വേണം വിളിച്ചു വരുത്താൻ. ശമൂവേലിനെ വിളിച്ചു വരുത്തി. ശമൂവേൽ വന്നത് എങ്ങനെയായിരുന്നു വന്നത്? ശമൂവേലിൻ്റെ അതേ രൂപത്തിൽ തന്നെ വന്നു. ആള് മരിച്ചു പോയതാണ്. അപ്പോൾ എന്താ അവിടെ കയറി വന്നത്? പറ, ആര് പറയും? ശമൂവേലാണോ കയറി വന്നത്? പിന്നെ ശമൂവേലിൻ്റെ പേര് പറഞ്ഞൊരു ഭൂതം ആള് മാറിയതുപോലെ കടന്നു വന്നു.
കണ്ടപ്പോൾ രൂപം എല്ലാം അതുപോലെ, തലമുടി എങ്ങനെ അതുപോലെ. വായിച്ച് ടക്കനെ വായിച്ചു പോയേ, അപ്പോൾ മനസ്സിലാവും. എന്നെ കൊല്ലിപ്പൻ നീ എന്റെ ജീവനെ കെണി വയ്ക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തരേണ്ടോ എന്ന് സ്ത്രീ ചോദിച്ചനെ. ശമൂവേലിനെ വരുത്തരണം എന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ശൗലിനോട് നീ എന്നെ ചതിച്ചത് എന്ത്? നീ ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജ അവളോട് ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചനെ. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിനെ അവൾ ഒരു വൃത്തൻ കയറി വരുന്നു, അവൻ ഒരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞു ശൗൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട് നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ ആയിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരം അരുളുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിനെ ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിനെ എന്നോട് ചോദിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ടുള്ള അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ 31 അധ്യായം വായിച്ചു വരുമ്പോൾ ഈ ശൗലിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇവൻ അവസാനം വെളിച്ചപ്പാടത്തിനടുത്ത് പോയി. അവസാനം ഇവൻ കുത്തി, അവൻ്റെ കത്തിയിൽ തന്നെ അവൻ എന്ത് ചെയ്തു? തകർന്നു വീണു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ശമൂവേലിൻ്റെ ആരംഭം കൊള്ളായിരുന്നു, അവൻ്റെ നടുവിൽ കൊള്ളാമായിരുന്നു, അവൻ്റെ അവസാനം വരെയും കർത്താവിനോട് കൂടി ജീവിച്ചു. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. ശമൂവേൽ അവസാനം വരെയും ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങി ക്രിസ്തുവിൽ തന്നെ അടി കുറച്ച് ജീവിച്ചു. ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ രാജാവായി, എന്നാൽ ദൈവത്തിന് വേണ്ടി കുറച്ച് ദിവസം ജീവിച്ചു. പിന്നത്തിൽ അവൻ്റെ അകത്ത് ദുരാത്മാവ് കയറി. ആരെയും അംഗീകരിക്കാത്തൊരു മനസ്സ്, ആർക്കും വിട്ടുകൊടുക്കാത്തൊരു മനസ്സ്. അവസാനം ആ മനുഷ്യൻ പാവ വഴിയായി വെളിച്ചപ്പാടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി. വീണ്ടും അയാളുടെ അന്ത്യം എന്താണെന്ന് വേദപുസ്തകം പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിനകത്ത് പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. നോക്കിയേ, പഴയ നിയമത്തിനകത്ത് ഒരുത്തൻ ഓടാൻ ഇറങ്ങി. ആരാ? ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകൻ. ഓട്ടം തികച്ചു, കർത്താവിൻ്റെ അടുക്കൽ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ കിരീടത്തിനായി കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോയി. ആമേൻ. ശൗൽ ഇറങ്ങി തിരിച്ചു. പക്ഷെ ശൗൽ വഴിയിൽ വെച്ച് വീണുപോയി. അവൻ തകർന്നു തരിപ്പണമായി. അവസാനം നോക്കുമ്പോൾ അയ്യോ, ആരംഭം പോലെ അല്ല അവസാനം. ആരംഭം കൊള്ളമായിരുന്നു. ആരംഭം പ്രാർത്ഥന ഉണ്ടായിരുന്നു, ആരംഭം ദൈവവചന ധ്യാനം ഉണ്ടായിരുന്നു, ജീവിതത്തിനകത്ത് വിശുദ്ധി ഉണ്ടായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, തങ്ങളുടെ ആരംഭം കൊള്ളാം. എന്നാൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും? ഹല്ലേലൂയ. ആരംഭ ജീവിതത്തിനകത്തുള്ളത് പോലത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ലെങ്കിൽ ഇന്നിവിടെ ഇരുന്ന് ഒന്ന് ചിന്തിക്കണം, കർത്താവേ, എവിടെയൊക്കെയോ ഞാൻ വീണുപോയി, എനിക്കൊന്ന് മടങ്ങി വരണം, എന്നെയും കൂടെ ഒന്ന് തൊടണമേ എന്ന് മടങ്ങി വന്നാൽ വീണ്ടും സ്വീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇനി കരവും നീട്ടി നമ്മുടെ ആലയത്തിനകത്ത് നിൽപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിനകത്ത് സ്വത്രം കർത്താവിന് എതിരായി ജീവിച്ച ഒരു മനുഷ്യനത്രേ ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്ത് ദൈവത്തിന് എതിരായി ജീവിച്ചവന് ദമസ്കോസിൽ കൊണ്ടിട്ടൊരു പ്രകാശം തട്ടിച്ച് എൻ്റെ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച് പുറത്തിറക്കി. ഹല്ലേലൂയ. അവൻ്റെ സാക്ഷ്യം അന്ന് മുതൽ ശക്തിയേറിയതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:22 വായിക്കുമ്പോൾ, ടക്കന വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 9:22 വായിക്കുമ്പോൾ വായിച്ചേ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലോ മേൽക്കുമേൽ, കണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടാകും തോറും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ, പ്രകാശം തട്ടിയവൻ, കൃപ പ്രാപിച്ചവൻ ഇറങ്ങി തിരിച്ചു. ഓരോ ദിവസം കുറഞ്ഞതല്ല, ഓരോ ദിവസം കൂടിക്കൊണ്ടിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില മക്കളോട് ദൈവം വിളിച്ചു പറയുന്ന, മക്കളെ, നിന്നെ വിളിച്ചത് ശക്തി കുറയാനല്ല. ഓരോ ദിവസവും നീ ശക്തിക്ക് മീതെ, കൃപയ്ക്ക് മീതെ, അധികാരത്തിന് മീതെ അധികാരം ധരിച്ച് പവർഫുള്ളായി, ആമേൻ, 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 പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, ആമേൻ, പ്രാർത്ഥനയുള്ള ആളായി, വിശ്വാസമുള്ള ആളായി, വിശുദ്ധിയുള്ള ആളായി, വേർപാടുള്ള ആളായി, ദൈവഭയമുള്ള ആളായി, കീഴ്പ്പെടുന്ന ആളായി, താഴ്മയുള്ള ആളായി, മനസ്സലിവുള്ള ആളായി. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ ഉടച്ച് നീ ഓരോ സെക്കൻഡും ആത്മാവിൻ്റെ ബലത്തോടെ പുറത്തു വരണം. ഹല്ലേലൂയ. ശൗലിൻ്റെ ഒതുക്കം പ്രശ്നം വന്നു. അവൻ്റെ ആരംഭം കൊള്ളായിരുന്നു. ദമസ്കോസിൽ വെച്ച് പിടിച്ചതാ ഒരു പ്രകാശം ചുറ്റി അടിച്ചു. ഇന്ന് ഇതിനകത്ത് ഒരു പ്രകാശം ആളി കത്തുന്നുണ്ട്. ചില മക്കളെ കത്തിക്കുന്ന, പാപത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന, ദുഷ്ടന്റെ മണ്ഡലങ്ങളെ ഉടയ്ക്കുന്ന, ചില ശരീരങ്ങളെ അടക്കി ഭരിക്കുന്ന ദുർഭൂത ശക്തികളെ ഇന്ന് പകൽക്കാലം ഉടയ്ക്കുന്ന വെളിച്ചം. ഓഹോ, അതെ, 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 അതെ. വിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയാതെ, വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയാതെ, ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിയാതെ ചില മണ്ഡലങ്ങളെ ഒതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടക്കുന്ന ദൈവത്തിന്റെ വെളിച്ചം. ജീസസ്, 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 ജീസസ്. നീ ഒരു തീയായി പുറത്തു വരാൻ പോകുകയാ. നീ ഒരു തീയായി പുറത്തു വരാൻ പോകുകയാ. ജനം നിന്നെ നോക്കുന്ന, നീ ഇപ്പൊ പിന്മാറുന്ന. ഇല്ല, നീ പിന്മാറാൻ പോകുന്നില്ല. പറ.
ഹല്ലേലൂയ. ഒരാൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടം പേര് പറയും ഒരാഴ്ച നിൽക്കും നോക്കാം, 2 ആഴ്ച നിൽക്കും നോക്കാം, 3 ആഴ്ച നിൽക്കും നോക്കാം. ഇല്ല പൈതല, നീ അന്ത്യം വരെ അപ്പനായി ഓടാൻ കണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്നൊക്കെ തകർക്കാൻ വാഴ്ചകൾക്ക് കഴിയത്തില്ല, അധികാരങ്ങൾ കഴിയത്തില്ല, ദുഷ്ടാത്മാ സേനയ്ക്ക് കഴിയത്തില്ല, ഇരുട്ടിന് കഴിയത്തില്ല, ശത്രുവിന് കഴിയത്തില്ല. കാരണം യേശു നിന്റെ കൂടെ. ധൈര്യത്തോടെ പറ, എന്നെ വിളിച്ച ദൈവം വിശ്വാസൻ പറ. ആമേൻ, ആമേൻ, ആമേൻ. ശൗല് വീഴുമെന്ന് ആൾക്കാർ കാത്തിരുന്നു. വീഴുമെന്ന് കാത്തിരിക്കും തോറും ഇവൻ ശക്തിയുടെ മീതെ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. പറ പറ പറ, എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, ഇത് 2 മാസം കഴിയുമ്പോൾ നിൽക്കും, 3 മാസം കഴിയുമ്പോൾ നിൽക്കും. ഹല്ലേലൂയ. ഇല്ല, ശക്തിക്ക് മീതെ, ശക്തിക്ക് മീതെ, ശക്തിക്ക് മീതെ. ഓഹോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഏതാണ്ട് ഒരു 22 വയസ്സുള്ളപ്പോൾ ഞാൻ ഇവിടെ കൂടെയുള്ള വീടുകളിലൊക്കെ വേദോത്സവം കൊണ്ടുപോകും. എനിക്ക് ഏത് വീടിന്ന് ആര് വീടുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞു ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് 5-6 ദിവസമൊക്കെ ഞാൻ നടന്നുകൊണ്ട് തിരിയും, 2-3 ദിവസമൊക്കെ ഇവിടെ നടന്നിട്ട് ഞാൻ തിരിയും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇത്രയായി, ഇനിയിപ്പോൾ സ്തോത്രം അസ്ഥികൂടമായി. സ്തോത്രം, ഇതെന്തോ പറ്റി? എത്രയോ പേര് ഈ ദേശത്ത് എന്തെല്ലാം വാക്കുകൾ, എന്തെല്ലാം വേടുകൾ പറഞ്ഞു. പക്ഷേ എൻ്റെ മേലെ ഇറങ്ങിയ അഗ്നി സ്വർഗത്തിലെ അഗ്നി ആകയാൽ ദൈവം ഇതുവരെ കരുതി എനിക്കറിയാം. ആമേൻ, 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 ആമേൻ. നിന്റെ മേൽ ഇറങ്ങിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ ലോകം പറയുന്നത് വിട്, ദൈവത്തിന് സ്തോത്രം. നാട്ടുകാർ പറയുന്നത് വിട്. നിന്നെ വിളിച്ച ദൈവം വിശ്വാസത്താൻ ശൗലോ മേൽക്ക് മേൽ. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പക്ഷേ ഇവൻ അടുത്ത മാസം വീഴും, അതിൻ്റെ അടുത്ത മാസം വീഴും, അതിൻ്റെ അടുത്ത മാസം വീഴും, അതിൻ്റെ അടുത്ത മാസം വീഴും. ഓ ഹല്ലേലൂയ. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും തോറും ഇവൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓ, അന്ന് ഭവനത്തിന് മാത്രം കയറി പ്രാർത്ഥനയായിരുന്നു. 5-6 ദിവസം കഴിയുമ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങി. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ രോഗിയെ സൗഖ്യമാക്കാൻ തുടങ്ങി. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവനിലൂടെ ഭൂതങ്ങൾ പുറത്താകാൻ തുടങ്ങി. നിങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? ശൗലേ, നിന്നെ ഒതുക്കാനുള്ള ആത്മാവല്ലട നിന്റെ അകത്തുള്ളത്. നിന്റെ അകത്തുള്ള സ്വർഗത്തിലെ അഗ്നിയ. തീ 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 തീ. ബലം പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ. നിന്നെ ഒതുക്കാൻ ഇരുട്ട് നോക്കുമ്പോൾ ഇല്ല, ഉയരത്തിലെ ശക്തി പ്രാപിച്ചവർ ഒതുങ്ങാത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ജനം പറഞ്ഞു നീ സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ഇതിന് 5-6 ദിവസം വിസിറ്റ് ചെയ്തൊക്കെ അങ്ങ് നിൽക്കും, 5-6 ദിവസമൊക്കെ പാടിയും ഓടിയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് ഭവനങ്ങളിൽ ആരാധനയായി. സ്വത്ര ആരാധന ഒറ്റയ്ക്ക് വേറെ ഇല്ല. 2001 ആയപ്പോൾ കർത്താവ് ശുശ്രൂഷ അങ്ങ് തുടങ്ങി. ഹല്ലേലൂയ. അപ്പുറത്ത് ഓരോരുത്തരും പല രീതിയിൽ പറയാൻ തുടങ്ങി. ഇതെന്തോ പിശാചി പിടിച്ചതാണ്, എന്തോ കുഴപ്പം പറ്റിയതാണ്, ഇതെന്തോ വെളിച്ചപ്പാടെന്ന് കേട്ടത് ഞാനാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്, നിങ്ങളാരുമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ സത്യത്തിൻ്റെ ആത്മാവാകയാൽ എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകൻ. വീഴുന്നതോ എൻ്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ എൻ്റെ യേശുവിൻ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല. ഓഹോ, എൻ്റെ നന്മയ്ക്കായ. ഹല്ലേലൂയ. അടുത്ത് നോക്കിയപ്പോൾ ആരാധനയായി. അടുത്ത് നോക്കിയപ്പോൾ നോക്കിയേ അവിടുത്തെ ആരാധന വെക്കാൻ പറ്റാതായി. അപ്പോൾ ദൈവം വീട്ടിനകത്ത് വാതിൽ തുറന്നു. അവിടെ ഇരിക്കാൻ പറ്റാതായപ്പോൾ ദൈവം മുറ്റത്ത് ആരാധന ഹാളിന് വേണ്ടി ദൈവം വാതിൽ തുറന്നു. ഹല്ലേലൂയ. അതിനു മുമ്പേ കൺവെൻഷൻ സൈറ്റുകളിൽ വാതിൽ തുറന്നു, ദേശങ്ങളിൽ വാതിൽ തുറന്നു. ആമേൻ, സ്തോത്രം. ശൗലോ മേൽക്ക് മേൽ, ശൗലോ മേൽക്ക് മേൽ. അവൻ്റെ അകത്ത് ഇറങ്ങിയത് പീരിത്വത്തിൻ്റെ ആത്മാവായിരുന്നില്ല. അവൻ്റെ അകത്ത് ഇറങ്ങിയത് ഒതുക്കി വെക്കാൻ പറ്റുന്ന ആത്മാവല്ലായിരുന്നു. അവൻ്റെ അകത്തിറങ്ങിയത് സ്വർഗത്തിലെ ആത്മാവാകയാൽ. ആമേൻ, ആമേൻ, ആമേൻ. പൈതൽ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്നെ ഇനി ആരൊതുക്കാൻ നോക്കിയാലും തീ 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 ശക്തി ജ്വലിക്കട്ടെ. ആ
കൃപ ജ്വലിക്കട്ടെ. നിന്നെ വിളിച്ചിറക്കിയ ദൈവമാണെങ്കിൽ നീ മനുഷ്യനെ പേടിക്കണ്ട. നീ വെളിയിൽ വാ. നീ ആരെ പേടിക്കണ്ട, വെളിയിൽ വാ. ഓഹോ ആമേൻ. അവർക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവർക്കാർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും. നീ പേടിക്കല്ലേ. നീ ധൈര്യത്തോടെ പോ. നിന്റെ വീടിനകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെടാൻ പോകയാ. നീ ധൈര്യത്തോടെ പോ. ജീസസ് 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 ഹല്ലേലൂയ. നോക്കിക്കേ, ശൗലോ മേൽക്കുമേൽ ശക്തിപ്പെട്ടു. 9:22 വായിക്കുമ്പോൾ വായിച്ചേ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അടുത്ത വരി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മതി. അപ്പോസ്തലപ്രവൃത്തി വീണ്ടും പോകുമ്പോൾ 26:13 വായിക്കുമ്പോൾ നോക്കിക്കേ. സ്വത്ര അപ്പോസ്തലപ്രവൃത്തി 9 സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം കണ്ടവൻ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി. എവൻ വീണു പോകും, എവൻ പിന്മാറി പോകും, ഈ ശക്തിയൊക്കെ പോകും, 5-6 ദിവസം പാടും, 5-6 ദിവസം ആരാധിക്കും, 5 ദിവസം അന്യഭാഷ പറയും, ഇതോടെ തീരി വന്ന് ജനം കളിയാക്കാൻ നിന്നു. എന്നാൽ യവൻ ശക്തിക്ക് മീതെ, കൃപയ്ക്ക് മീതെ, അഭിഷേകത്തിന്റെ മീതെ. ഓ ഓ കതടെ കതടെ കതടെ. പട്ടണങ്ങൾ കാണിച്ചവിടെ തുടങ്ങി, പട്ടണം പിടിക്കാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, മരിച്ചവനെ ഉയർക്കാൻ തുടങ്ങി. ഓ ഓ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങാൻ തുടങ്ങി. നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ 2024 നടക്കാൻ പോകുന്നു. ജീസസ് 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 ഹല്ലേലൂയ. നിന്റെ വീട്ടുകാർ നിന്നെ കുറിച്ച് വിചാരിക്കും, ഇതൊക്കെ 5-6 ദിവസം ഉള്ള നില്ല പൈതലേ. നിന്നെ വിളിച്ചത് ദൈവമാകയാൽ, നിന്റെ മേൽ പകർന്ന ശക്തി ദൈവത്തിന്റെ ആത്മാവാകയാൽ. സ്തോത്ര 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 സ്തോത്ര. നിന്നെ വിളിച്ച ദൈവം നിന്നിലൂടെ ഒരു സൈന്യത്തെ കഴിഞ്ഞ നാളിൽ അണഞ്ഞവരുടെ മേൽ ദൈവശക്തിയെ പകരുന്നു. ആമേൻ. കഴിഞ്ഞ നാളിൽ നീ അഭിഷേകം പ്രാപിച്ചു, നിന്റെ തീ അണഞ്ഞതാ. എന്നാൽ ആ തീ തിരിച്ചു തരുവാൻ സ്വർഗം ഇറങ്ങി നിന്റെ അടുക്കൽ നിൽക്കുക. പ്രാപിക്കാൻ കഴിയുന്നുള്ളവര് എന്നെ ദൈവത്തോട് ചോദിച്ച് വാങ്ങ. തീ 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 തീ. അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല, അവനെ തകർക്കാൻ കഴിഞ്ഞില്ല, അവൻ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജീസസ് 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 ഹല്ലേലൂയ. ദമസ്കോസിൽ ഇറങ്ങിയപ്പോ ജനം പറഞ്ഞു അവന് 1 മാസം പോകും, 2 മാസം പോകും, 3 മാസം പോകും, 4 മാസം പോകും. ജനം ചിന്തിച്ച് ഇതോടെ തീർന്നെന്ന്. ഇല്ല, ഒതുക്കാൻ പറ്റിയില്ല, ഒതുക്കാൻ പറ്റിയില്ല. നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തിന് ഒതുക്കാൻ പറ്റത്തില്ല. അതിന് ജീവനുണ്ട്. നിന്നിലൂടെ ഒരു സൈന്യം പുറത്ത് വരും. ദൂത് ഏറ്റെടുത്തോ. നിന്നിലൂടെ അന്ധകാര ശക്തി തകരും. നിന്നെ നോക്കി കളിയാക്കാൻ ആൾക്കാർ കാത്തിരിക്കയില്ല. ദൈവം നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന ആരുമല്ല ഏറ്റവും കൂടുതൽ മോശം വാക്ക് നിന്നേം കേട്ടില്ല. ശാലിനി സിസ്റ്റർ കഴിഞ്ഞിട്ട് കാണുള്ളൂ നിങ്ങൾക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര വർഷം കൊണ്ടാ ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്കറിയാം, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനെ ഒതുക്കാൻ നിന്റെ ആത്മാവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണെങ്കിൽ അതിനെ ഒതുക്കിയാലും ഇരിക്കത്തില്ല. മനുഷ്യനെ പിശാചിനെ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല ജീസസ്. അത് ഓരോ തട്ടുകളായിട്ട് ആത്മാവിൽ നിറഞ്ഞ് കത്തുന്നു 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 ആത്മാവിന്റെ ശക്തി. അതെ അതെ. നീ ഇന്നൊരു പാട്ടായിരിക്കാൻ പാടുന്നത്, നീ ഇന്നൊരു വചനമായിരിക്കാം വായിക്കുന്നത്. എന്നാൽ അടുത്ത ദിവസം അതല്ല. നീ ജ്വലിച്ച് പുറത്ത് വരാൻ തുടങ്ങുന്നു. ഇന്ന് ഒരു വരിയായിരിക്കാം നീ പ്രവചിക്കുന്നത്, അടുത്ത അങ്ങനെയല്ല. നീ ആത്മാവിൽ മണിക്കൂറുകൾ ഒരു അഭിഷേകം ചില മക്കളുടെ മേൽ വെളിപ്പെടുന്നു, ചില മക്കളുടെ മേൽ വെളിപ്പെടുന്നു, ചില മക്കളുടെ മേൽ വെളിപ്പെടുന്നു, ചില മക്കളുടെ മേൽ വെളിപ്പെടുന്നു. ആമേൻ. ഇന്ന് നീ യേശുവിന്റെ നാമത്തിൽ നീങ്ങെന്ന് പറയുമ്പോൾ ചില വിടുതലായിരിക്കും നടക്കുന്നത്. എന്നാൽ വരുന്ന നാളിൽ അങ്ങനെയല്ല. ഏതിനോട് ശാസിച്ചാലും തീ 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 തീ. അഭിഷേകം പ്രാപിച്ചോ. ഭയം പോട്ടെ, പേടി പോട്ടെ. ജീസസ് 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 ജീസസ്. നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രായഭേദമില്ലാതെ ആലോചന ഏറ്റെടുത്തോ. വയസ്സ് പ്രായ ഭേദമില്ലാതെ ആത്മാവിന്റെ ദൂത് ഏറ്റെടുത്തോ. തീ 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 തീ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവനെ ഒതുക്കും തോറും അവൻ ജ്വലിച്ചുകൊണ്ടിരുന്നു. അവനെ ഒതുക്കും തോറും
അവൻ കൃപ മേൽ കൃപ. ഓ ഓ ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്നെ ഒതുക്കാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ട്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച ദൈവം നമുക്ക് തരും. അന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും തീ ആയിക്കൊള്ളാം. തീയായിട്ട് വേണം വന്നിരിക്കാൻ. അടുത്ത ദൈവശക്തി പ്രാപിച്ചോളണം, കൃപാവരം പ്രാപിച്ചോളണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ശൗലിനെ ഒതുക്കാൻ ലോകം വിചാരിച്ചു ഇവ 2 ദിവസം ഓടുമെന്ന് വിചാരിച്ചു. ഇല്ലേ? ഇല്ല. ഇവൻ ആ ദേശത്തിൻ്റെതാണ് വിളിച്ച്. ആ ദേശം ദൈവത്തെ അറിഞ്ഞു. ചില വീട്ടിനകത്ത് ചവിട്ടി, അവിടെ ദൈവത്തെ അറിഞ്ഞു. അടുത്ത ദേശത്ത് അവൻ ചവിട്ടി, അടുത്ത പട്ടണത്തിൽ ചവിട്ടി, എഫെസോസിൽ ചവിട്ടി. അവന്റെ അകത്ത് പകർന്നിരുന്ന അഭിഷേകം അവൻ നിറഞ്ഞൊഴുകി. ഗലാത്യർ 2:20 അവൻ ജീവിച്ചു. യേശുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇപ്പൊ ജീവിക്കുന്ന ഞാനല്ല. എഫെസോസിൽ ചവിട്ടിയത് ശൗൽ എന്ന പൗലോസ് അല്ല, ജീസസ് ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് അവന്റെ അകത്ത് പതിഞ്ഞു. എഫെസോസിൽ ദേവത വീണു. കൊരിന്ത് പട്ടണത്തെ കുലുക്കി, പട്ടണം ഇളകി. അവിടെ 100 കണക്കിന് സഭ പല പല ദേശങ്ങളിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ തീയെ കെടുത്താൻ പറ്റത്തില്ല. ഈ തീ ഒരുത്തന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഈ തീ അണയ്ക്കാൻ ഈ ലോകത്തിലുള്ള ഒരു തീക്കും, ആമേൻ 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 ആമേൻ, ഈ തീയുടെ മുമ്പിൽ ദാഗോൻ വീഴും. ഈ തീയുടെ മുൻപിൽ ദാഗോന്റെ കൈ ഓടിയും അവന്റെ കാൽ ഓടിയും. ജീസസ് ജീസസ്. ധൈര്യത്തോടെ പറ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ദൈവം നിന്നെ കാണിച്ചു തന്നില്ലേ? പിശാച് അലറി ഓടുന്ന കാണിച്ചു തന്നില്ലേ? ഭൂതത്തെ അഴിക്കുന്ന ദൈവം നിനക്ക് വെളിപ്പാടിൽ കാണിച്ചു തന്നില്ലേ? ഇന്ന് നിന്റെ വിശ്വാസം എവിടെ? നീ എന്തിനു പേടിക്കുന്നു? ഓ തീ 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 തീ. നിനക്ക് കാണിച്ചു തന്നില്ലേ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? നിനക്ക് പല വെളിപ്പാട് ദൈവം മുൻപേ കാണിച്ചു തന്നില്ലേ? അത് നടക്കാതിരിക്കത്തില്ല, അത് നടന്നിരിക്കും. യേശുവിന്റെ അടുക്കൽ എത്തും മുമ്പ് നീ കണ്ട എല്ലാ വെളിപ്പാടുകളും ഇനി കാണാനിരിക്കുന്നതും സംഭവിക്കും വരെ. ഓ, ആരുടെ മേലൊക്കെ അഭിഷേകം ഇറങ്ങുന്നുണ്ട്, അഭിഷേകം ഇറങ്ങുന്നുണ്ട്, അഭിഷേകം ഇറങ്ങുന്നുണ്ട്. നിന്നെ ശത്രു ഡേറ്റിട്ട് ഒതുക്കി കാണും, ലോകം ഡേറ്റിട്ട് ഒതുക്കി കാണും, മനുഷ്യനും വീട്ടുകാരും ദേശവും ഡേറ്റിട്ട് ഒതുക്കി കാണും. എന്റെ ദൈവം പറയില്ല, എന്റെ അഗ്നി ഉള്ളവനെ ഡേറ്റിട്ട് ഒതുക്കാൻ. തീ 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 ആളി കത്തട്ടെ. ആത്മാവിന്റെ തീ, ആത്മാവിന്റെ തീ അടുത്തിരിക്കുന്നവന്റെ മേൽ കത്തട്ടെ. നിന്റെ മേൽ കത്തുന്ന തീ അടുത്ത് ഉറങ്ങിയിരിക്കുന്നവന്റെ മേൽ കത്തട്ടെ. അത് ജീസസ് ജീസസ്. ഒരാത്മ പകർച്ച. സ്തോത്രം 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 സ്തോത്രം. പറതുട്ട നിന്റെ ശക്തിയെ കത്തിക്കുന്ന ശക്തി എന്റെ മേലുണ്ട്. തീ 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 തീ. നീ എത്ര വെളിപ്പാട് കണ്ടു? ദൂതന്മാരെ കണ്ടില്ലേ? യേശുവിന്റെ സാന്നിധ്യം കണ്ടില്ലേ? നീ ഭൂതത്തെ ശാസിക്കുന്ന കണ്ടില്ലേ? നീ പാപിനോട് കൽപ്പിക്കുന്ന കണ്ടില്ലേ? ചില വ്യക്തികൾ നിന്റെ അടുത്ത് വരുന്ന കണ്ടില്ലേ? അവർ സൗഖ്യമാകുന്ന കണ്ടില്ലേ? അത് നടക്കാതെ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീ. നിന്നെ ഒതുക്കാൻ ഇരുട്ടിന് പറ്റത്തില്ല. ദൈവം നിനക്ക് കാണിച്ചു തന്ന സകല വെളിപ്പാടുകളും അക്കമിട്ട് നടക്കാൻ സമയമായി. തീ 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 തീ. അഭിഷേകം പ്രാപിച്ചോ, ശക്തിയെ പ്രാപിച്ചോ. നിനക്ക് തന്ന ദൂതുകൾ, നീ കണ്ട വെളിപ്പാട്, നിന്റെ അടുത്ത് ഒരുവൻ പ്രാർത്ഥന സമയത്ത് ഇറങ്ങി വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ? നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് വചനം എഴുതി ഇടുന്നത് നീ കണ്ടില്ലേ? സ്തോത്രം സ്തോത്രം. നിന്നെ എത്രമാത്രം യേശു സ്നേഹിക്കുന്നു.
നിന്നെ വിളിച്ച ദൈവമാകയാൽ നിന്നെ ഒതുക്കാൻ ഒരിരുട്ടിനും ഒരു ഭൂതത്തിനും ഒരു മാനസിക പിരിമുറുക്കത്തിനും ഒരു അന്ധകാര ശക്തിക്കും ഒരു ഷുഗറിനും ഒരു ബിപിക്കും ഒരു കൊളസ്ട്രോളിനും കഴിയില്ല. പറ ധൈര്യത്തോടെ പറ. നീ പുറത്തു വരുന്നു, നീ പുറത്തു വരുന്നു. നിന്നെ പൊട്ടിച്ച് എന്റെ അപ്പം പുറത്തെടുക്കുന്നു. നിന്നെ ഒതുക്കാൻ ലോകം നോക്കും. ദൈവം പറയും, എന്റെ തീ അവളുടെ മേലുണ്ട്, എന്റെ തീ അവന്റെ മേലുണ്ട്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒതുക്കാൻ നോക്കും, പക്ഷെ നീ ആളി കത്താൻ പോകുന്നു. നിന്നെ ലോകം, ദേശം, പട്ടണം, നാട്ടുകാർ സകലരും ഒരുപക്ഷെ നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ശക്തി അത് ജ്വലിച്ച് അതെ അതെ ജ്വലിക്കാൻ പോകയാ, ജ്വലിച്ച് കത്താൻ പോകയാ, ജ്വലിച്ച് കത്താൻ പോകയാ, ജ്വലിച്ച് കത്താൻ പോകയാ, ജ്വലിച്ച് കത്താൻ പോകയാ. ഒരു തീ കഷ്ണമായി. സ്വത്രം. പിശാചി നിനക്ക് അതിരിട്ടൂല്ലേ? നീ തീർന്നു എന്ന് പറഞ്ഞൂല്ലേ? നീ മുന്നോട്ടില്ലെന്ന് പറഞ്ഞൂല്ലേ? അവൻ അതിരിടാൻ അവൻ ആരാ? നിന്നെയും നിന്റെ അതിരിനെ നോക്കുന്നതിന്റെ ദൈവമല്ലേ? നിന്നെ വിളിച്ച ദൈവം. നീ ഇരട്ടി പവറോടെ ജ്വലിച്ച് ഇതുവരെ ശുശ്രൂഷിക്കാത്ത നിലവാരത്തിൽ, ഇതുവരെ ഭൂതങ്ങളെ പുറത്താക്കാത്ത നിലവാരത്തിൽ, ഇതുവരെ നീ പറഞ്ഞിട്ട് മാറാത്തത്, വരുന്ന നിമിഷം മുതൽ നീ കൽപ്പിക്കുമ്പോൾ അവ മുഴുവനും നീങ്ങുന്നത് നിന്റെ കണ്ണാലെ കാണാൻ പോകുന്നു. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. ഒരു നാളിലും കൈവിടാതെ എപ്പോഴും നിന്നെ മാർവോടണയ്ക്കുന്ന ആ ക്രിസ്തു ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അതിനെ കാണുന്നവരുണ്ടെങ്കിൽ, ആ ദർശനത്തെ കാണുന്നവരുണ്ടെങ്കിൽ, കർത്താവേ, ഓ എന്റെ മേൽ നിറയുക. അവിടുത്തെ ആത്മശക്തിയാൽ, ആ ദൈവത്തിന്റെ കൃപയാൽ, ആ തേജസ്സിനാൽ എന്നെ ഒന്ന് നിറയ്ക്കുക. ഓ റബ ഷെഖേമനിയ. നിങ്ങൾ രോഗത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് വന്നിരിക്കുന്നു, വിഷമത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് വന്നിരിക്കുന്നു, എനിക്ക് തകർച്ച മാത്രമേ പറയുവാനുള്ളൂ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. എങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ തകർച്ചയെ മാറ്റി, നിന്റെ രോഗത്തെ മാറ്റി, നിന്റെ പ്രതിസന്ധിയെ മാറ്റി, നിന്റെ ഹല്ലേലൂയ വിഷമത്തിനെ മാറ്റി അയക്കുന്ന പരിശുദ്ധാത്മാവ്. ഓ അതെ പിതാവേ, ഇന്ന് പകൽക്കാലം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ.
അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദി അപ്പ. കൃപാവരങ്ങളാൽ നിറച്ചതിനായി നന്ദി പിതാവേ. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ കേട്ടതൊന്നും ഒരിക്കലും അത് പാറസ്ഥലത്തോ അത് ഒരിക്കലും മുള്ളിന്റെ ഇടയിലോ അത് വഴിത്തലക്കിലോ വീണതല്ല. അത് നല്ല നിലത്ത് വീണതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു അത് 30, 60, 100 മേന് ബലം കൊയ്യത്തക്ക നിലവാരത്തിൽ ഓ ഹല്ലേലൂയ അങ്ങ് പ്രവർത്തിക്കുവാൻ പോകുന്നതിനായി നന്ദി പിതാവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾ അവിടുത്തെ കരങ്ങൾ തരുകയാണ്. ആത്മാവിനാൽ ഒരു പുതുക്കം പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം പിതാവേ. അങ്ങ് അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ ഹല്ലേലൂയ കണ്ടിട്ടില്ലാത്ത ഒരു നിലവാരത്തിൽ അങ്ങ് അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നതിനായി നന്ദി പിതാവേ. രോഗത്തോടെ വന്നിരിക്കുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായും മാറട്ടെ. ഭാരത്തിന്റെ നടുവിൽ വന്നിരിക്കുന്നവരുടെ ഭാരങ്ങൾ മാറട്ടെ. കണ്ണുനീരിന്റെ നടുവിൽ വന്നിരിക്കുന്ന കണ്ണുനീരുകൾ മാറട്ടെ. അങ്ങയുടെ അടുക്കൽ വന്നവരും അങ്ങ് അടുക്കൽ ചെന്നവരും ഒരുപോലെ വിടുവിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ സകല മക്കൾ തിരുപാദപീഠത്തിൽ അടുത്ത് വന്നിരിക്കുക ഒരുപോലെ അങ്ങ് വിടുതൽ അയച്ചിരിക്കുന്നതിനായി നന്ദി പിതാവേ. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങളുടെ മടക്കി യാത്രയിൽ അങ്ങ് കൂടെ വരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസവും കൂട്ടായ്മയും ഇന്ന് പകൽക്കാലം നമ്മളോടുകൂടെ നമ്മുടെ മടക്കി യാത്രയോടും ദൈവത്തിന്റെ രണ്ടാം വരവിലിരിക്കുമാറാട്ടെ. ആമേൻ. ദൈവം നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ.